നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഗത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ചാണ്. അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ പറഞ്ഞില്ല, എന്നാൽ പോലും പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ ആരാധനാക്രമത്തിൻ്റെ കേന്ദ്രമാണ് എന്നും ഇത് രണ്ടും വേർതിരിച്ചെടുക്കാവുന്നവ അല്ല എന്നുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഇന്ന് നമ്മളതിൻ്റെ തുടർഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ അൽമായരുടെ റോൾ എന്താണ്? അവർക്ക് ദൈവാരാധനയിൽ പ്രാധാന്യമുണ്ടോ? അവർക്ക് എന്തെങ്കിലും റോളുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിച്ച് തുടങ്ങാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിങ്ങനെ അവസാനിപ്പിച്ചു. എല്ലാ അംഗങ്ങളുടെയും സേവനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവ് ചിലരെ തിരഞ്ഞെടുത്ത് കൂദാശയാൽ പ്രതിഷ്ഠിച്ച് അവരെ പ്രാപ്തരാക്കുന്നു. വൈദിക പട്ടം സ്വീകരിച്ച ശുശ്രൂഷകർ പുരോഹിതനായ മിശിഹായുടെ ഒരു പ്രതീക ചിത്രം പോലെയാണ്. അതിനാൽ സഭയുടെ കൂദാശ പൂർണ്ണമായും ദൃശ്യമാക്കപ്പെടുന്നത് പരിശുദ്ധ കുർബാനയിലാണ് എന്നൊക്കെ തുടർന്നാണ് നമ്മൾ വായിച്ചത്. പരിശുദ്ധ സഭയെ സംബന്ധിച്ച് ദൈവാരാധന എന്ന് പറയുന്നത് കൂദാശകളെല്ലാം ദൈവാരാധനയാണ്. എന്നാൽ ദൈവാരാധനയാണ് എല്ലാ കൂദാശകളും എന്നിരിക്കുകയും പരിശുദ്ധ കുർബാനയ്ക്ക് സവിശേഷമായൊരു പ്രാധാന്യം ആരാധനാക്രമത്തിലുണ്ട് എന്ന് തിരുസഭ ഓർക്കും. ആരാധനാക്രമത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് സവിശേഷമായൊരു പ്രാധാന്യമുണ്ട്. എല്ലാ കൂദാശകൾക്കും പ്രാധാന്യമുണ്ട്, പക്ഷേ പരിശുദ്ധ കുർബാനയ്ക്ക് കുറച്ചുകൂടെ പ്രത്യേകമായൊരു പ്രാധാന്യമുണ്ട്. ഇനി അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം മിശിഹ സ്ഥാപിച്ച നിത്യജീവൻ്റെ അടയാളമാകുന്ന കൂദാശയാണ് എന്ന് മാത്രമല്ല, അവിടുന്ന് യുഗാന്ത്യം വരെ നമുക്ക് തന്നെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നൽകുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്. അതുകൊണ്ട് എന്ന് മാത്രവുമല്ല, സഭ പൊതു ആരാധനയ്ക്കായി സ്ഥിരമായി സമ്മേളിക്കുന്നത് പരിശുദ്ധ കുർബാനയ്ക്കാണ്. ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങളാൽ പരിശുദ്ധ കുർബാന ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. തിരുസഭ ഇങ്ങനെ CCC 1142 ഞാൻ വായിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ നമ്മൾ വായിക്കും: അതിനാൽ സഭയുടെ കൂദാശ പൂർണ്ണമായി ദൃശ്യമാക്കപ്പെടുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. മെത്രാൻ്റെ ശുശ്രൂഷ ഏറ്റവും പ്രകടമാകുന്നത് കുർബാനയിലുള്ള അദ്ദേഹത്തിൻ്റെ ആധ്യക്ഷം വഹിക്കലിലാണ്. എന്ന് വെച്ചാൽ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മെത്രാൻ അദ്ദേഹത്തിൻ്റെ മെത്രാൻ നമുക്ക് നൽകുന്ന ശുശ്രൂഷ അതെന്താണ് ഏറ്റവും പ്രധാനമായെന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാവുന്നത് മെത്രാൻ്റെ നേതൃത്വത്തെക്കുറിച്ചായിരിക്കും. ഒരു രൂപത മുഴുവനും ഭരിക്കുന്ന മെത്രാൻ, അഭിവന്ദ്യ പിതാവിൻ്റെ ഭരണ ദൗത്യം അതാണ് കുറച്ച് പ്രധാനപ്പെട്ടത് എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ചാണ് പറയാറുള്ളത്. മെത്രാൻ്റെ ഭരണ ദൗത്യത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പലപ്പോഴും സാധാരണഗതിയിൽ പറയാറുള്ളത്. പലപ്പോഴും ഒരു അഭിവന്ദ്യ പിതാവിനെ നമ്മൾ സമീപിക്കുന്നതും പലപ്പോഴും മിക്കവാറും ഒരു ഭരണപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും. എന്നാൽ പരിശുദ്ധ സഭ പറയുന്നതാണ് കൂദാശകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട് ഒരു മെത്രാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ പരിശുദ്ധ കുർബാനയുടെ ദാനത്തിലാണ്, പരിശുദ്ധ കുർബാനയുടെ നൽകലിലാണ്, പരിശുദ്ധ കുർബാന അർപ്പണത്തിലാണ്, അതിൻ്റെ ആധ്യക്ഷം വഹിക്കലിലാണ്. ഈ പരിശുദ്ധ കുർബാനയുടെ അധ്യക്ഷൻ അത് അഭിവന്ദ്യ പിതാവാണ് എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം. ഇത് നമ്മളൊരിക്കൽ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ പോലും ഈ അവസരത്തിൽ വീണ്ടും പറയേണ്ടതാണ്. പരിശുദ്ധ കുർബാനയിൽ അഭിവന്ദ്യ പിതാക്കന്മാരെന്ന് പറഞ്ഞാൽ ആ രൂപതാധ്യക്ഷൻ്റെയും മെത്രാൻ്റെയും പേര് പറയുന്ന ഒരു രീതിയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പരിശുദ്ധ കുർബാനയിൽ മെത്രാൻ്റെ പേര് പറയപ്പെടും, മാർപ്പാപ്പയുടെ പേരും പറയും. എന്തിനാണ് ഈ പേര് പറയുന്നത് എന്നതിനെക്കുറിച്ചൊരു കൃത്യതയുള്ള അറിവ് നമുക്ക് ആവശ്യമുണ്ട്. എന്തിനാണ് ഇവരുടെ പേര് പറയുന്നത്? ചില ആളുകളെങ്കിലും വിചാരിക്കാറുള്ളത് അഭിവന്ദ്യ പിതാക്കന്മാർ നമ്മുടെ പിതാക്കന്മാരാണല്ലോ, അപ്പോൾ അവരുടെ ആരോഗ്യത്തിന് വേണ്ടി, ആയുരാരോഗ്യത്തിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ശുശ്രൂഷകളെ കുറച്ച് നന്നായി നടക്കാൻ വേണ്ടി അവർക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് അവരുടെ പേരുകൾ പറയുന്നതെന്ന് പലരും കരുതാറുണ്ട്. ഈവൻ ചിലപ്പോൾ കാർസൂസയിലായിരിക്കാം, ചിലപ്പോൾ ശ്രമൽബാർ ക്രമത്തിലോ അല്ലെങ്കിൽ തിങ്കത്തിലോ ഒക്കെ ആണെങ്കിൽ നേരിട്ട് കാർമ്മികൻ തന്നെ അത് പറയുന്ന വിധത്തിലായിരിക്കാം. ഏതായിരുന്നാലും പരിശുദ്ധ കുർബാനയിൽ മെത്രാൻ്റെ പേര് പറയുന്ന ഒരു രീതിയുണ്ട്. മെത്രാൻ്റെ പേരും സഭയുടെ, ആ വ്യക്തിസഭയുടെ അധ്യക്ഷൻ്റെ പേരും ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ്റെ പേരും പറയുന്ന ഒരു രീതിയുണ്ട്. എന്തിനാണ് ഇത് പറയുന്നത്? എന്തിനാണ് ഇവരുടെ പേര് പറയുന്നത്? എന്നിട്ട് പേരിൻ്റെ കൂട്ടത്തിൽ അവരുടെ സ്ഥാനവും കൂടെ കൂട്ടിച്ചേർത്തിട്ടൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. എന്തിനാണ് ഇവരുടെ പേര് പറയുന്നത്? ഇവരുടെ പേരെന്തിനാണ് പറയുന്നത്? പൊതുവിൽ മെത്രാന്മാർക്ക് വേണ്ടി, മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരെ, അത് പോരാ എന്നാണ്
നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് പരിശുദ്ധ കുർബാന മധ്യേ അവരുടെ പേര് പറയുന്നത് വെറുതെ അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയല്ല. പരിശുദ്ധ കുർബാനയിൽ ഒരു മെത്രാൻ്റെ പേര് പറയുന്നത് വെറുതെ മെത്രാനെ ഓർക്കലല്ല, പകരം വലിയൊരു കാര്യത്തെ ഏറ്റുപറയലാണ്. വളരെ ഗൗരവമുള്ള ഒരു കാര്യത്തെ വിധേയത്വത്തോടു കൂടെ ഏറ്റുപറയലാണ്. പരിശുദ്ധ സഭ അത് പഠിപ്പിക്കുന്നത് CCC 1369 1369. ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യാം. ഇങ്ങനെയാണ് ഇത് ആരംഭിക്കുന്നത്: സഭ മുഴുവനും മിശിഹായുടെ സമർപ്പണത്തോടും മധ്യസ്ഥത്തോടും ഐക്യപ്പെട്ടിരിക്കുന്നു. തിരുസഭ മുഴുവനും ഈശോ മിശിഹായുടെ സമർപ്പണത്തോടും ഈശോ മിശിഹായാകുന്ന ഏക മധ്യസ്ഥൻ്റെ മാധ്യസ്ഥ ദൗത്യത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു, സഭ മുഴുവനും. എന്നിട്ടോ സഭയിൽ പത്രോസിൻ്റെ ശുശ്രൂഷ നടത്തുന്ന മാർപ്പാപ്പ ഓരോ കുർബാന ആഘോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ സഭയിൽ പത്രോസിൻ്റെ ശുശ്രൂഷ നടത്തുന്ന മാർപ്പാപ്പയുടെ പ്രത്യേക ദൗത്യം എന്താണ്? മാർപ്പാപ്പയുടെ പ്രത്യേകമായി യുണീക്കായിട്ടുള്ള ദൗത്യം അദ്ദേഹം പരിശുദ്ധ പിതാവ് വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. മെത്രാന്മാർ ശ്ലൈഹിക പിൻഗാമികളാണ്. മെത്രാന്മാർ സ്ലീഹന്മാരുടെ അപ്പസ്തോലന്മാരുടെ പിന്തുടർച്ചക്കാരാണ്, പിൻഗാമികളാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഓർക്കും, നമ്മുടെ മെത്രാൻ ഏത് പിതാവിൻ്റെ പിൻഗാമിയാണ്, ഏത് സ്ലീഹായുടെ പിൻഗാമിയാണ് നമ്മുടെ മെത്രാൻ എന്നാലോചിച്ച് നോക്കിയേ. ചിലപ്പോൾ ചിലർക്ക് ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. ഇപ്പം സിറമലവർസനാണെങ്കിൽ തോമാസ് ലീഹായുടെ പിൻഗാമിയായിരിക്കും, കാരണം തോമാസ് ലീഹയാണല്ലോ ഇവിടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് തോമാസ് ലീഹായുടെ പിൻഗാമികളായിരിക്കും ഇവിടുത്തെ മെത്രാന്മാർ. യഥാർത്ഥത്തിൽ ഒരു മെത്രാൻ ഒരു സ്ലീഹയുടെ പിൻഗാമിയല്ല, ഒരു മെത്രാൻ ഒരു സ്ലീഹായുടെ പിൻഗാമിയല്ല, പകരം ശ്ലൈഹിക സംഘത്തിൻ്റെ പിൻഗാമിയാണ്. ശ്ലൈഹിക സംഘത്തിൻ്റെ മെത്രാൻ സംഘത്തിൻ്റെ പിൻഗാമിയാണ്. എന്ന് വെച്ചാൽ ഒരു മെത്രാൻ ഒരു രൂപതയിൽ പിന്തുടരുന്നത്, അപ്പസ്റ്റോലിക് സക്സഷനിലായിരിക്കുന്നത് ഏതെങ്കിലും ഒരു മെത്രാനിൽ ഒരു സ്ലീഹായിൽ നിന്നല്ല, പകരം മെത്രാൻ സംഘത്തിൽ നിന്നാണ്, ശൈഹിക സംഘത്തിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ മെത്രാനും ഫോളോ ചെയ്യുന്നത്, സക്സഷൻ സ്വീകരിക്കുന്നത് മെത്രാൻ സംഘത്തിൽ നിന്നാണ്. അത് സൂചിപ്പിക്കാനൊക്കെ ആയിട്ടാണ് 3 പേർ ചേർന്ന് മെത്രാഭിഷേകം നടത്തുന്നത്. ആ കൊളീജിയാലിറ്റിയിലേക്ക്, കൂട്ടായ്മയിലേക്ക്, സംഘാത്മകതയിലേക്കാണ് ഓരോ മെത്രാനും, പുതുതായി സ്വീകരിക്കപ്പെടുന്ന ഓരോ മെത്രാനും സ്വീകരിക്കപ്പെടുന്നത്. ഒരു വൈദികൻ അഭിഷേകം ചെയ്യപ്പെടുമ്പം അദ്ദേഹം അഭിഷേകം ചെയ്യപ്പെടുന്നത് ഈ മെത്രാൻ്റെ ശുശ്രൂഷയുടെ കൂട്ടുവേലക്കാരനായിട്ടാണ്. എന്നാൽ അതുകൊണ്ടാണ് ഒരു മെത്രാൻ മാത്രം മതി ഒരു വൈദികനെ അഭിഷേകം ചെയ്യാൻ. എന്നാൽ അതേസമയം മെത്രാൻ വാഴിക്കപ്പെടുന്നത് മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു വ്യക്തി മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം പ്രവേശിക്കുന്നത് തൻ്റെ മുൻപുണ്ടായിരുന്ന മെത്രാൻ്റെ ശുശ്രൂഷയിലേക്കല്ല, പകരം സ്ലീഹന്മാരുടെ സംഘത്തിൻ്റെ ദൗത്യത്തിലേക്കാണ്, ശ്ലൈഹിക സംഘാത്മകതയിലേക്കാണ്. എന്താണ് ഈ ശ്ലൈഹിക സംഘാത്മകത എന്ന് പറഞ്ഞാൽ? ഈശോ മിശിഹ തൻ്റെ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത സ്ഥാപിച്ചത് വ്യക്തിയിൽ എന്നതിനേക്കാൾ സംഘത്തിലാണ്. ഒരു പർട്ടിക്കുലർ പേഴ്സണിൽ എന്നതിനേക്കാൾ മെത്രാൻ സംഘത്തിലാണ് കർത്താവ് തൻ്റെ നിത്യപൗരോഹിത്യത്തെ അടിസ്ഥാനമിട്ട് സ്ഥാപിച്ചത്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇതൊരു കളക്റ്റീവ് മെമ്മറി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ഒരാളുടെ കൈവശമുള്ള കാര്യം എന്നതിനേക്കാളും ഒരു മെത്രാൻ സംഘത്തിൻ്റെ ശുശ്രൂഷയിൽ അത് കറകൂടാതെ, കലർപ്പ് കൂടാതെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈശോ സ്ഥാപിക്കുന്ന ഓർമ്മ, നിങ്ങൾ തൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന അർപ്പണത്തെക്കുറിച്ച് മാത്രമല്ല, മിശിഹായുടെ ഓർമ്മയാണ് സഭ സ്വീകരിക്കുന്നത്. സഭ ജീവിക്കുന്നത് മിശിഹായുടെ സ്മരണയിലാണ്. മിശിഹായുടെ സ്മരണയാണ് സഭ ജീവിക്കുന്നത്. അപ്പം സഭ ജീവിക്കുന്ന മിശിഹായുടെ സ്മരണ എന്ന് പറയുന്നത് അത് സ്ലീഹന്മാരുടെ സംഘത്തിൻ്റെ ഓർമ്മയാണ്. അതായത് ഈശോ മിശിഹ തന്നെ നൽകിയത്, തൻ്റെ വാക്കുകളും പ്രവൃത്തികളും ഉൾപ്പെടെയുള്ള തന്നെ നൽകിയത് ഈ ശ്ലൈഹിക സംഘാത്മകതയ്ക്കാണ്. ഈ സംഘാത്മകതയുടെ കേന്ദ്രമാണ് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ. അപ്പം അതുകൊണ്ട് ഒരു മെത്രാൻ വാഴിക്കപ്പെടുമ്പോൾ ഈ കളക്റ്റീവ് മെമ്മറിയുടെ കൂട്ടവകാശിയായിട്ടാണ് മാറുന്നത്. ഈ കളക്റ്റീവ് മെമ്മറിയുടെ, അതായത് ഈ മെത്രാൻ സംഘത്തിന് പൊതുവായുള്ള മിശിഹാ സ്മരണയുടെ, ഈശോ മിശിഹായെക്കുറിച്ചുള്ള അനുഭവത്തിൻ്റെ, ഓർമ്മയുടെ, അവിടുത്തെ പ്രബോധനങ്ങളുടെ സൂക്ഷിപ്പിൻ്റെ ഒക്കെ പങ്കാളിയായിട്ടാണ് ഒരു മെത്രാൻ മാറുന്നത്. അതുകൊണ്ട് ഒരു മെത്രാനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്നറിയാമോ? ആ സംഘാത്മകതയിലായിരിക്കുക എന്നുള്ളതാണ്. മെത്രാൻ സംഘത്തിൻ്റെ കൂട്ടായ്മയിൽ വിശ്വാസം കൊണ്ടും വിശ്വാസത്തിൻ്റെ പ്രബോധനം കൊണ്ടും വിശ്വാസത്തിൻ്റെ ആചരണങ്ങൾ കൊണ്ടും
നിലപാടുകൾ കൊണ്ടും ഹൃദയം കൊണ്ടും ആ സംഘത്തിനകത്തായിരിക്കുക എന്നുള്ളതാണ്. ഓരോ മെത്രാനും ഇൻഡിപെൻഡൻ്റ് വ്യക്തികളാണ്. ഓരോ മെത്രാനും സ്വന്തമായ രൂപതയുണ്ട്. അവിടെ തനിക്ക് മെത്രാന് സ്വന്തമായ സ്വതന്ത്രമായ അജപാലന അധികാരമുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ അപ്പോഴും ആ മെത്രാനായിരിക്കുന്നത് ഈ കൂട്ടായ്മയോടുള്ള വിശ്വസ്തതയിലാണ്, കൂട്ടായ്മയിലുള്ള പങ്കാളിത്തത്തിലാണ്. അതിനനുസരിച്ചാണ് ആന്തരികമായൊരു മെത്രാൻ തൻ്റെ മെത്രാൻ ശുശ്രൂഷയുടെ, മേൽപ്പെട്ട ശുശ്രൂഷയുടെ പൂർണ്ണത കണ്ടെത്തുന്നത്. അപ്പം പറഞ്ഞു വന്നത്, മെത്രാൻ സംഘത്തിലാണ് കർത്താവായ മിശിഹ ഇതെല്ലാം ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ മെത്രാൻ സംഘത്തിൻ്റെ അകത്ത് മാർപ്പാപ്പയ്ക്ക് സവിശേഷമായ ഒരു റോളുണ്ട്. മെത്രാൻ സംഘത്തിലെ ഓരോ മെത്രാനും ശൈഹിക സംഘത്തെയാണ് പിന്തുടരുന്നതെങ്കിൽ ഒരാളുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അത് മാർപ്പാപ്പയുടെ കാര്യത്തിലാണ്. മാർപ്പാപ്പ നേരിട്ട് ഒരു സ്ലീഹായെ പിന്തുടരുന്നു. ഒരു സ്ലീഹായെ യുടെ സക്സഷനിലാണ്. അത് ആരുടേതാണ്? പത്രോസ് സ്ലീഹായുടേതാണ്. ആദ്യത്തെ മാർപ്പാപ്പയുടെ സിംഹാസനത്തിലാണ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ പ്രവേശിക്കുന്നത്. ആദ്യത്തെ മാർപ്പാപ്പയാകുന്ന പത്രോസ്ലിഹായുടെ ദൗത്യത്തിലേക്കാണ്. പത്രോസ്ലിഹായുടെ ദൗത്യം അല്പം വിഭിന്നമാണ്. പത്രോസ്ലിഹ മറ്റെല്ലാ മെത്രാന്മാരെ പോലെ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു മെത്രാനാണ്. പക്ഷേ അതിൻ്റെ മുകളിൽ മെത്രാൻ സംഘത്തെ മുഴുവനും ഒരുമിപ്പിച്ച് നിർത്തുന്ന പ്രതീകം കൂടിയാണ്. മെത്രാൻ സംഘത്തെ മുഴുവനും ഒരുമിപ്പിച്ച് നിർത്തുന്ന സിമ്പിളും കൂടിയാണ്. എന്ന് വെച്ചാൽ ദ ഹോളി പോപ്പ് ഇൻ ഹിസ് വെരി പേഴ്സൺ സിംബലൈസസ് ദ യൂണിറ്റി ഓഫ് ദ ചേർച്ച്. സഭയുടെ ഐക്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. അതായത് സഭയുടെ ഐക്യത്തെ കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രൂപം അത് മാർപ്പാപ്പയുടേതാണ്. മാർപ്പാപ്പ എന്ന ഒരു വ്യക്തി സഭാഗാത്രത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രതിനിധിയാണ്. അതുകാരണം ഈ സഭയെ മുഴുവനും ഒന്നായി നിലനിർത്തുന്നത്, ഏകസഭയായി നിലനിർത്തുന്ന അടയാളം മാർപ്പാപ്പയാകയാൽ അതിലെ ഓരോരുത്തരും, ഓരോ സഭയും, ഓരോ ഇടവകയും, ഓരോ വൈദികനും, ഓരോ മെത്രാനും ഈ മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ചരടിലേക്ക്, ഒരു പില്ലറിലേക്ക് എല്ലാ ചരടുകളും വലിച്ചു കെട്ടിയേക്കുന്നത് പോലെ ആ കൂട്ടായ്മയുടെ അടിസ്ഥാനം, അതിൻ്റെ പ്രകടമായ അടയാളം അത് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയാണ്. അതുകൊണ്ട് ഒരു കുർബാന ആഘോഷം നടക്കുമ്പോൾ, എൻ്റെ ഇടവകയിൽ ഒരു കുർബാന ആഘോഷം നടക്കുമ്പോൾ, നമ്മളൊരു പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആ പരിശുദ്ധ കുർബാനയ്ക്ക് സഭയുടെ ഐക്യത്തിൻ്റെ അടയാളമായ മാർപ്പാപ്പയോട് ബന്ധമുണ്ട്. മാർപ്പാപ്പയോടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നല്ല ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് എന്ന് ജനത്തോട് പറയാൻ, ആ വിശ്വാസം ഏറ്റുപറയാൻ മാർപ്പാപ്പയുടെ പേര് പറയും. അതുകൊണ്ടാണ് തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, സഭ മുഴുവനും മിശിഹായുടെ സമർപ്പണത്തോടും മാധ്യസ്ഥത്തോടും ഐക്യപ്പെട്ടിരിക്കുന്നു. സഭയിൽ പത്രോസിൻ്റെ ശുശ്രൂഷ നടത്തുന്ന മാർപ്പാപ്പ ഓരോ കുർബാന ആഘോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ കുർബാന ആഘോഷവുമായിട്ട് മാർപ്പാപ്പയ്ക്ക് ബന്ധമുണ്ട്. അത് ലത്തീൻ സഭയിലെ കുർബാനകളോട് മാത്രമല്ല, റോമിൽ നടക്കുന്ന പരിശുദ്ധ കുർബാനയോട് മാത്രമല്ല, തൻ്റെ രൂപതയാണല്ലോ, തൻ്റെ രൂപതയാകുന്ന റോമൻ രൂപതയിലെ കുർബാനകളോട് മാത്രമല്ല മാർപ്പാപ്പയ്ക്ക് ബന്ധമുള്ളത്. ആഗോള കത്തോലിക്ക സഭയിൽ ഏത് റീത്തിലായിരുന്നാലും അവിടെ നടക്കുന്ന പരിശുദ്ധ കുർബാനയോട് മാർപ്പാപ്പയ്ക്ക് ബന്ധമുണ്ട്. ഈ ബന്ധത്തെ അംഗീകരിച്ച് വിശ്വസിച്ച് ഏറ്റുപറയലാണ് മാർപ്പാപ്പയുടെ പേര് പരിശുദ്ധ കുർബാനയിൽ പറയുന്നത്. അല്ലാതെ മാർപ്പാപ്പയുടെ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നതല്ല, മാർപ്പാപ്പയുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ശുശ്രൂഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതൊന്നുമല്ല. പകരം മാർപ്പാപ്പയുടെ അധികാരത്തെ, മാർപ്പാപ്പയ്ക്ക് ഈ പരിശുദ്ധ കുർബാനയുമായുള്ള ബന്ധത്തെ, ദൈവസ്ഥാപിതമായ ബന്ധത്തെ പ്രഖ്യാപിക്കുന്ന സമയമാണ് അത്. ഇനി അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ മാർപ്പാപ്പയുടെ പേരൊക്കെ പറയുമ്പം അപ്പോൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നല്ല ഓർക്കേണ്ടത്, മാർപ്പാപ്പ ഈ പരിശുദ്ധ കുർബാനയുടെ ആഘോഷം, ഈ പർട്ടിക്കുലർ സെലിബ്രേഷൻ ഓഫ് യൂക്രിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർക്കണം. അതിൽ സാർവത്രിക സഭയുടെ ഐക്യത്തിൻ്റെ അടയാളവും സേവകനും എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പേര് പറയപ്പെടുന്നു. ഇതാണ് ഇപ്പം ഞാൻ വിശദീകരിച്ചത്. ഈ പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ സാർവത്രിക സഭയുടെ ഐക്യത്തിൻ്റെ അടയാളവും, അതായത് യൂണിവേഴ്സൽ ചർച്ചിൻ്റെ ഐക്യം. ഓരോ വ്യക്തിസഭകളുമുണ്ട്. ഈ വ്യക്തിസഭകൾ തമ്മിലുള്ള ബന്ധം മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, ഒരധികാരത്തിന് കീഴിലുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മാർപ്പാപ്പ മറ്റ് മെത്രാന്മാരോടൊപ്പം ഒരു മെത്രാനാണ്. മെത്രാനായിരിക്കുന്നു എന്നുള്ളതാണ് മാർപ്പാപ്പയുടെ പൗരോഹിത്യപരമായ ഏറ്റവും വലിയ സ്ഥാനം. എന്നാൽ സഭാപരമായി മാർപ്പാപ്പയ്ക്ക് തലവൻ്റെ അധികാരമുണ്ട്. അതായത് മാർപ്പാപ്പ സംസാരിക്കുമ്പോൾ സഭയാണ് സംസാരിക്കുന്നത്. ഒരു സിനഡിൽ മുഴുവൻ മെത്രാന്മാരും ഒപ്പുവെച്ചാലും മാർപ്പാപ്പ അത് ഒപ്പുവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അത് പാസ്സാവുകയില്ല. കാരണം മാർപ്പാപ്പയാണ്
സഭയുടെ ഐക്യത്തിൻ്റെ അടയാളം. അതുകൊണ്ടാണ് കർത്താവ് പലപ്പോഴും പത്രോസെ എന്ന് പറഞ്ഞ് സഭയോട് സംസാരിക്കുന്നത്, സൈഹിക സംഘത്തോട് പത്രോസിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നത്, സമൂഹത്തിന് വേണ്ടി പത്രോസ് മറുപടി പറയുന്നത്. പത്രോസ് മറുപടി പറയുമ്പോൾ പത്രോസ് എന്ന ഒരു അപ്പസ്തോലനല്ല മറുപടി പറയുന്നത്, അപ്പസ്തോല സംഘമാണ്, ശ്ലൈഹിക സംഘമാണ് സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് മാർപ്പാപ്പ സംസാരിക്കുന്നില്ലെങ്കിൽ ശ്ലൈഹിക സംഘം സംസാരിക്കുന്നില്ല, കാരണം യൂണിറ്റി ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് യൂണിറ്റിയുടെ അടയാളമാണ് മാർപ്പാപ്പ. ഇനി അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയെ നിഷേധിക്കുന്ന ഒരാൾ, ബോധപൂർവ്വം നിഷേധിക്കുന്ന ഒരാൾ സ്കിസത്തിലാണ്. മാർപ്പാപ്പയോടുള്ള ബന്ധത്തെ നിഷേധിക്കുന്ന ഒരാൾ കാനൂനിക നിയമപ്രകാരം തന്നെ സഭയ്ക്ക് പുറത്താണ്. കാരണം ആ കൂട്ടായ്മയുടെ ഉള്ളിലല്ല, കൂട്ടായ്മയെ നിഷേധിക്കുന്നു, സ്വാഭാവികമായും കൂട്ടായ്മയ്ക്ക് പുറത്താണ്. പത്രോസ് മാർപ്പാപ്പയുടെ പേര് പറയുന്നില്ല, എനിക്കിപ്പോൾ മാർപ്പാപ്പയോട് താല്പര്യമില്ല, ഈ മാർപ്പാപ്പ എനിക്കിഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ മാർപ്പാപ്പയുടെ പേര് പറയുന്നില്ല, പകരം ഞാൻ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ എന്നൊരാൾ പറഞ്ഞാൽ അത് സ്കിസമാണ്, അത് ഗൗരവമുള്ള കുറ്റകരമായ കൃത്യമാണ്. ഇനി അടുത്ത കാര്യം കുറച്ചുകൂടെ ശ്രദ്ധേയമാണ്. എന്തിനാണ് ഒരു മെത്രാൻ്റെ പേര് പറയുന്നത്? രൂപതാധ്യക്ഷൻ്റെ പേര് എന്തിനാണ് പറയുന്നത്? നമ്മുടെ രൂപതയുടെ അധ്യക്ഷനായതുകൊണ്ട് നമുക്കെല്ലാം പ്രാർത്ഥിക്കാൻ കടമയുള്ളത് കൊണ്ടാണോ? നമുക്ക് കേൾക്കാം. അതിങ്ങനെയാണ്, ഒരു പുരോഹിതൻ അധ്യക്ഷനായിരിക്കുമ്പോഴും ഒരിടവകയിൽ ഒരു അച്ഛൻ കുർബാന അർപ്പിക്കുന്നു, അല്ലെ, അച്ഛനാണ് വികാരിച്ചനായിരിക്കും കുർബാന അർപ്പിക്കുന്നത്. അപ്പോൾ ഒരിടവകയിൽ, അല്ലെ നമ്മുടെ ഒരു പള്ളിയിൽ ഒരു വൈദികൻ, ഒരിടവക വികാരിയോ ഒരു വൈദികനോ ഒരു പുരോഹിതൻ അധ്യക്ഷനായിരിക്കുമ്പോൾ, അതായത് പുരോഹിതൻ അധ്യക്ഷനായിക്കൊണ്ട് ഈ പരിശുദ്ധ കുർബാന ആഘോഷിക്കപ്പെടുമ്പോഴും സ്ഥലത്തെ മെത്രാനാണ് എപ്പോഴും കുർബാനയുടെ ഉത്തരവാദിത്വം വഹിക്കുന്നത്. സ്ഥലത്തെ ബിഷപ്പാണ് ആ കുർബാനയുടെ ഉത്തരവാദിത്വം വഹിക്കുന്നത്. ആ പരിശുദ്ധ കുർബാന അത് യാഥാർത്ഥ്യമാകുന്നത് ഈ മെത്രാൻ കുർബാനയുടെ അധ്യക്ഷനായിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൻ്റെ അധികാരിയായിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ വായിക്കും. വിശുദ്ധ ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്യൻ്റെ വാക്കുകൾ സഭ കോട്ട് ചെയ്യുകയാണ്. മെത്രാൻ്റെ അധ്യക്ഷതയിൽ അർപ്പിക്കപ്പെടുന്ന കുർബാന അല്ലെങ്കിൽ അദ്ദേഹം ഭരമേൽപ്പിച്ചിട്ടുള്ള വ്യക്തി അർപ്പിക്കുന്ന കുർബാന മാത്രമേ നിയമാനുസൃതമായി കരുതപ്പെടാവൂ. മെത്രാൻ അർപ്പിക്കുന്ന കുർബാന അല്ലെങ്കിൽ മെത്രാൻ ഭരമേൽപ്പിച്ചിട്ടുള്ള വ്യക്തി ആ അനുവാദത്തോടുകൂടി അർപ്പിക്കുന്ന കുർബാന മാത്രമേ നിയമാനുസൃതമായി കരുതപ്പെടാവൂ. മെത്രാൻ അനുവദിക്കാതിരിക്കുക ഒരു വൈദികൻ അർപ്പിക്കുന്ന കുർബാന അദ്ദേഹത്തിന് പൗരോഹിത്യം ഉണ്ടെന്ന് പറഞ്ഞാലും അത് നിയമാനുസൃതമായിരിക്കുകയില്ല. ഇനി ഒരു പുരോഹിതൻ അധ്യക്ഷനായിരിക്കുമ്പോഴും സ്ഥലത്ത് മെത്രാനാണ് എപ്പോഴും കുർബാനയുടെ ഉത്തരവാദിത്തം വഹിക്കുന്നത്. ഇന്നത്തെ വാചകം വളരെ ഡെൻസാണ്, വളരെ സീരിയസ് ആണ്. അതിങ്ങനെയാണ്, വൈദിക സംഘത്തിൻ്റെ മധ്യേ ഡീക്കന്മാരുടെ സഹായത്തോടെ പ്രാദേശിക സഭയിൽ മെത്രാൻ അധ്യക്ഷത വഹിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ മെത്രാൻ്റെ പേര് പറയപ്പെടുന്നു. നോക്കുക, വൈദിക വൃന്ദത്തിൻ്റെ സംഘത്തിൻ്റെ മധ്യേ ഡീക്കന്മാരുടെ സഹായത്തോടെ പ്രാദേശിക സഭയിൽ ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോഴും ഒരുമിച്ചായിരിക്കുമ്പോഴും മെത്രാൻ അധ്യക്ഷത വഹിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ, പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് മെത്രാൻ്റെ പേര് പറയുന്നത്. അതായത് മെത്രാൻ്റെ പേര് പറച്ചിൽ സഭയുടെ ക്രമത്തോടുള്ള, താൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന തൻ്റേതല്ല, സഭയുടേതാണ്, അതിൻ്റെ സൂക്ഷിപ്പുകാരൻ മെത്രാന്മാരാണ് എന്നുള്ള ഏറ്റുപറച്ചിലാണ്. അപ്പോൾ ഒരു വൈദികൻ നിർഭാഗ്യവശാൽ ഇങ്ങനെ പറയാമെന്ന് വെച്ചാൽ, എനിക്ക് ഈ പിതാവിനോടൊരു താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ മെത്രാൻ്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനിപ്പം ഒരു മെത്രാൻ എന്നൊക്കെ വേണമെങ്കിൽ അങ്ങ് പറയാം, അല്ലെങ്കിൽ മെത്രാന്മാർക്ക് വേണ്ടിയും എന്ന് പറയാം. അത് മതിയോ? അത് പോരാ. സ്വന്തം മെത്രാൻ്റെ പേര് പറയണം. കാരണം ആ പരിശുദ്ധ കുർബാന നൈയാമികമായി അർപ്പിക്കപ്പെടുന്നത് ആ മെത്രാൻ്റെ അധികാരത്തിലാണ്. ആ പരിശുദ്ധ കുർബാനയുടെ അധ്യക്ഷൻ മെത്രാനാണ്, അല്ലാതെ ഒരു വൈദികൻ്റെതല്ല ആ പരിശുദ്ധ കുർബാന അർപ്പണം. അതുകൊണ്ട് അത് ജനത്തോട് പറയുകയാണ് ഈ മെത്രാൻ്റെ പേര് പറയുന്നത്. അതിന് അച്ഛന് ഇഷ്ടമുണ്ടോ അച്ഛന് ഇഷ്ടമല്ലയോ എന്നുള്ളത് ഒന്നും പ്രസക്തമായ കാര്യമല്ല. വൈദികൻ ബലി അർപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ബലി വാസ്തവമാകണമെങ്കിൽ, അത് നിയമാനുസൃതമാകണമെങ്കിൽ മെത്രാൻ്റെ പേര് പറയുക തന്നെ വേണം. സഭ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രകാരം മെത്രാൻ്റെ പേരും മേജർ ആർച്ച് ബിഷപ്പ് പാത്രിയാർക്കീസും ആണെങ്കിൽ പാത്രിയാർക്കീസിൻ്റെ അഥവാ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പിൻ്റെ പേര്, സഭാധ്യക്ഷൻ്റെ മാർപ്പാപ്പയുടെ പരിശുദ്ധ സഭയുടെ മേലധ്യക്ഷനായിരിക്കുന്ന പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയുടെ പേര് പറയുക എന്നുള്ളത് ഈ പരിശുദ്ധ കുർബാനയുടെ ഭാഗമാണ്. ഇനി അങ്ങനെ പറയാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ആ വൈദികനിൽ അത് സാരമായ കുറ്റകരമായ കാര്യമായിട്ടത് മാറും. എന്ന് വെച്ചാൽ ലത്തീൻ നിയമപ്രകാരമൊക്കെ ആണെങ്കിൽ ലത്തീൻ നിയമത്തിൻ്റെ 1364 ഒക്കെ അനുസരിച്ച്
ഇങ്ങനത്തെ ഒരു സ്കിസം ബോധപൂർവം ഒരാൾ പിന്തുടരുകയാണെങ്കിൽ അറിയാതെ കുർബാന എല്ലിപ്പോകുന്ന ഇടയ്ക്ക് പേര് പറയാൻ വിട്ടുപോകുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. ഒരു പ്രായമായ അച്ഛൻ കുർബാന എല്ലിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് മെത്രാൻ്റെ പേര് പറയാൻ വിട്ടുപോകുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. ബോധപൂർവം അത് ചെയ്യുകയും അതിൽ നിലനിൽക്കുകയും ചെയ്താൽ provides that schism carries the penalty of automatic excommunication if the conditions for culpability are met. അങ്ങനെയാണ്. അതായത് അങ്ങനെ ചെയ്യുന്നത് വഴി തന്നെ ഈ വൈദികൻ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്താകും. അതൊരു ഓട്ടോമാറ്റിക് എക്സ്കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ ഓട്ടോമാറ്റിക് എക്സ്കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയുന്നത്? സത്യത്തിൽ സഭ ആ ആളെ പുറത്താക്കുന്നതുകൊണ്ടല്ല, അയാൾ സ്വയം പുറത്താകുന്നതുകൊണ്ടാണ്. ഈ കൂട്ടായ്മയുടെ അടയാളമാണ് മാർപ്പാപ്പ, ഈ കൂട്ടായ്മയുടെ അടയാളമാണ് മെത്രാൻ. ആ കൂട്ടായ്മയിലാണ് ഈ ബലിയർപ്പിക്കപ്പെടുന്നത്. ആ കൂട്ടായ്മയിൽ ഞാൻ പങ്കാളിയല്ല എന്നാണ് ആ പേര് ബോധപൂർവം ആ പേര് പറയാതിരിക്കുമ്പോൾ ഈ വൈദികൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി അദ്ദേഹം സ്വയം ആ കൂട്ടായ്മ നിഷേധിക്കുകയാണ്, അഥവാ എക്സ്കമ്മ്യൂണിക്കേഷൻ ഏറ്റെടുക്കുകയാണ്. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വിചാരണയൊന്നും കൂടാതെ തന്നെയുള്ള എക്സ്കമ്മ്യൂണിക്കേഷനാണ് ആ വൈദികൻ ഏറ്റെടുക്കുന്നത്. എക്സ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല എന്ന് നമ്മൾ ഓർക്കണം. വെറുതെ സഭയിൽ നിന്ന് പുറത്തിറങ്ങിക്കലല്ല അത്. സഭയെന്ന് പറയുന്നത് എന്താണ്? സ്വർഗീയ സഭയും ശുദ്ധീകരണ സഭയും ഭൗമിക സഭയും കൂടെ കൂടുന്നതാണ് സഭ. ഇത് മൂന്നോട് കൂടുന്നതാണ് സഭ. ഇതിൽ നിന്ന് പുറത്താകുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, അത് നരകമാണ്. നരകത്തിന് സ്വയം വിധേയപ്പെടുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രമേൽ ഗൗരവമുള്ള ഒരു തിന്മയാണ് ഇത്. അതുകൊണ്ടാണ് അതിനകത്ത് ഓട്ടോമാറ്റിക് എക്സ്കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ് ആണ് എന്ന് പരിശുദ്ധ സഭ, പ്രത്യേകിച്ച് കാനനിലോയൊക്കെ ലത്തീൻ സഭാ നിയമമൊക്കെ അങ്ങനെ എടുത്ത് കൃത്യമായിട്ട് പറയുന്നതിൻ്റെ കാരണം അതാണ്. അത്രമേൽ ഗൗരവമുള്ളതാണ്. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് എക്സ്കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലെങ്കിൽ പോലും നിയമപരമായി ആ വൈദികൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെടാവുന്നതാണ് ഈ തെറ്റ് ചെയ്യുന്നത് വഴി. എന്ന് വെച്ചാൽ ബോധപൂർവം മെത്രാൻ്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ മെത്രാന് സഭാ നിയമപ്രകാരം ആ വൈദികനെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്ന് ഉറപ്പായും പുറത്താക്കാവുന്നതാണ്. സഭാ നിയമം അനുവദിക്കുന്നതാണ്, അഥവാ ആവശ്യപ്പെടുന്നതാണ്. അങ്ങനെ പുറത്താക്കപ്പെടേണ്ടതാണ്. കാരണം അദ്ദേഹം കമ്മ്യൂണിയൻ കൂടാതെ അർപ്പിക്കുന്നു. കമ്മ്യൂണിയനെ നിഷേധിച്ചുകൊണ്ട് കമ്മ്യൂണിയൻ്റെ കൂദാശ അർപ്പിക്കുന്നതായി കാണിക്കുന്നു. മാത്രമല്ല, സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് സ്വയം വിച്ഛേദിച്ചുകൊണ്ട് ഗൗരവമുള്ള സ്കാൻഡൽ കൊടുക്കുകയും ചെയ്യുന്നു. ദൈവജനത്തിന് വളരെ ഗൗരവമുള്ള സ്കാൻഡൽ കൊടുക്കുന്നു. അതുവഴി അതിൽ പങ്കെടുക്കുന്ന ജനത്തിന് പോലും ഒരു ഇഷ്ടക്കേട് വന്നാൽ ഈ കൂട്ടായ്മയെ ബഹിഷ്കരിക്കാം എന്ന തോന്നലുണ്ടാക്കാനിടയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും അത്തരം കുറ്റകൃത്യങ്ങൾ ഗൗരവമായി വിചാരണ ചെയ്യപ്പെടേണ്ടതും അതിന് ആനുപാതികമായ ശിക്ഷ നൽകി അവരെ വീണ്ടെടുക്കേണ്ടതുമാണ്. അവരെ പുറത്താക്കുകയല്ല, ശിക്ഷ നൽകി അവരെ വീണ്ടെടുക്കേണ്ടതുമാണ് എന്നാണ് പരിശുദ്ധ സഭ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാരണം ഇതാണ്. മെത്രാൻ്റെ ശുശ്രൂഷയാണ് ഇതിൻ്റെയൊക്കെ ആധാരം. മെത്രാന്മാരോടുള്ള ബന്ധത്തിൽ നിന്നാണ് പരിശുദ്ധ കുർബാന സംഭവിക്കുന്നത്. പരിശുദ്ധ കുർബാനയുടെ അർപ്പകർ അവർ വൈദികരാണെങ്കിൽ പോലും അതിൻ്റെ യഥാർത്ഥ അർപ്പകൻ അത് മെത്രാനാണ്. കാരണം ഈശോ മിശിഹ തൻ്റെ പൗരോഹിത്യം നൽകിയത് സ്ലീഹന്മാർക്കാണ്, മെത്രാന്മാർക്കാണ്. അവരെയാണ് ഫലമേൽപ്പിച്ചത്. നമ്മൾ ആദ്യത്തെ മുൻ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു, മെത്രാന്മാരുടേതാണ് സഭ, മെത്രാന്മാരുടേതാണ് ആരാധനാക്രമം, അത് വൈദികരുടേതല്ല. ഒരു വൈദികൻ ഈ ആരാധനാക്രമം അർപ്പിക്കുമ്പോഴും പരികർമ്മം ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ അത് അർപ്പിക്കുന്നത് അത് മെത്രാനാണ്. മെത്രാൻ ഉള്ളത് കൊണ്ടാണ് വൈദികൻ്റെ ഈ ബലിയർപ്പണം അത് വാലിഡായി മാറുന്നത്. മെത്രാൻ അനുവദിക്കുന്നത് കൊണ്ടും മെത്രാൻ അത് അനുവദിച്ചിരിക്കുന്നതുകൊണ്ടും മെത്രാൻ്റെ കൂട്ടായ്മയിൽ അത് അർപ്പിക്കുന്നത് കൊണ്ടുമാണ്, മെത്രാൻ ആവശ്യപ്പെടുന്നത് പോലെ അത് അർപ്പിക്കുന്നത് കൊണ്ടുമാണ് ഒരു വൈദികൻ്റെ കൂദാശ പരികർമ്മം അത് നിയമാനുസൃതമായിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അത് അവസാനിപ്പിക്കുന്നതാണ്. സമൂഹത്തിന് വേണ്ടിയും സമൂഹത്തോടൊപ്പവും ബലിയർപ്പിക്കുന്ന എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും സഭ മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. ഇനി നമ്മൾ പറഞ്ഞു വന്നത് പൗരോഹിത്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. കൂദാശകളുടെ പരികർമ്മത്തിൽ, ആരാധനാക്രമത്തിൽ പൗരോഹിത്യത്തിനുള്ള പ്രാഥമിക ദൗത്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവജനത്തിനുള്ളത് ശുശ്രൂഷാ പൗരോഹിത്യമുള്ള വൈദികർ, ദൈവജനത്തിനും മറ്റൊരു രാജകീയ പൗരോഹിത്യം ഉണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ദൗത്യം? രാജകീയ പൗരോഹിത്യത്തിൻ്റെ ദൗത്യം എന്താണ്? രാജകീയ പൗരോഹിത്യം എന്ന പദം ഏറ്റവും ഉചിതമായി പറയപ്പെടേണ്ടത് രാജകീയ പൗരോഹിത്യം എന്നല്ല, പകരം മാമോദീസ പൗരോഹിത്യം എന്നാണ്. യഥാർത്ഥത്തിൽ അത് മാമോദീസ പൗരോഹിത്യമാണ്. എന്താണ് അതിൻ്റെ ഉള്ളർത്ഥം? പരിശുദ്ധ മാമോദീസയാൽ ഒരാൾ ഈശോ മിശിഹായുടെ ശരീരത്തിൻ്റെ അവയവമായി തീരുന്നു. അവിടുത്തെ പൗരോഹിത്യ കർമ്മത്തിൻ്റെ ഫലങ്ങൾ സ്വീകരിക്കുന്നു. എങ്ങനെയാണത്? അവിടുത്തെ പൗരോഹിത്യ കർമ്മം എന്താണ്? ബലിയർപ്പണമാണ്. കുരിശിലെ മരണം, സംസ്കാരം, ഉത്ഥാനം.
അവയുടെ ഫലങ്ങൾ മാമോദിസയിലൂടെ സ്വീകരിക്കുന്നു. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, മാമോദിസ മുങ്ങുമ്പോൾ സൂചിപ്പിക്കുന്ന എന്താണ്? അവിടുത്തോടു കൂടെ മരിക്കുന്നു, അടക്കപ്പെടുന്നു, അവിടുത്തോടു കൂടെ ഉത്ഥാനം ചെയ്യുന്നു. അങ്ങനെ ഈശോ മിശിഹായുടെ പൗരോഹിത്യ ബലിയർപ്പണത്തിനോട് പങ്കുചേരുന്ന നമ്മൾ അവിടുത്തെ പൗരോഹിത്യത്തിലും പങ്കുചേരുന്നു. അതുകൊണ്ടാണ് മാമോദിസ പൗരോഹിത്യത്തിൻ്റെ അവകാശികളായി എല്ലാവരും മാറുന്നത്. അതിൽ നിന്നാണ് വൈദികർ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് അവർക്ക് പ്രൈമോഡിയലായിട്ട് അതിന് മുന്നേ തന്നെ ശുശ്രൂഷ പട്ടം സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ അവർക്കും പൗരോഹിത്യമുണ്ട്. അത് ഈ മാമോദിസ പൗരോഹിത്യമാണ്. അതിനെ രാജകീയ പൗരോഹിത്യം എന്ന് വിളിക്കുകയും ചെയ്യും. രാജാവായ മിശിഹായുടെ പൗരോഹിത്യത്തിൻ്റെ പങ്കാളിത്തമാണെന്ന് വിളിക്കുകയും ചെയ്യും. ഇനി അതെങ്ങനെയാണ് സംഭവിക്കുന്നതാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. CCC 1143 നമ്മളിങ്ങനെ വായിക്കും: വിശ്വാസികളുടെ പൊതുപൗരോഹിത്യ ധർമ്മത്തിൽ സഹായിക്കുന്നതിന് വേണ്ടി തിരുപ്പട്ട കൂദാശയാൽ പ്രതിഷ്ഠിതമല്ലാത്ത മറ്റു പ്രത്യേക ശുശ്രൂഷകളുമുണ്ട്. അതായത് ഈ വിശ്വാസികൾക്കും പൗരോഹിത്യ ശുശ്രൂഷയിൽ പങ്കാളിത്തമുണ്ട്. എങ്ങനെയാണ് പങ്കാളിത്തം ഉള്ളത്? ആരാധനാക്രമ പാരമ്പര്യങ്ങളും അജപാലനപരമായ ആവശ്യങ്ങളും അനുസരിച്ച് മെത്രാന്മാർ അവരുടെ ധർമ്മങ്ങൾ നിശ്ചയിക്കുന്നു. മെത്രാന്മാർക്ക് ഈ രാജകീയ പൗരോഹിത്യമുള്ള ദൈവജനത്തിൻ്റെ ധർമ്മങ്ങൾ നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട്. ഏതൊക്കെ കാര്യത്തിലാണ്? പ്രത്യേകിച്ച് അത് സഭയിൽ എവിടെയാണ് നടക്കപ്പെടുന്നത്? സഹായികൾ, വായനക്കാർ, വ്യാഖ്യാതാക്കൾ, ഗായക സംഘത്തിലെ അംഗങ്ങൾ എന്നിവരും യഥാർത്ഥമായ ആരാധനാധർമ്മം നിർവഹിക്കുന്നു. നോക്കുക, ആരാധനാധർമ്മത്തിൻ്റെ ഭാഗഭാക്കുകളാണ്. അതായത് രാജകീയ പുരോഹിത ഗണത്തിൻ്റെ ഒരാരാധനാക്രമത്തിലുള്ള പങ്കാളിത്തം. അതായത് സാധാരണ ജനത്തോടൊപ്പം പങ്കാളിത്തത്തെക്കുറിച്ചല്ല ഇപ്പോൾ പറയുന്നത്. ഒരു വൈദികൻ കാർമ്മികനായി ആ തിരുക്കർമ്മം പരികർമ്മം ചെയ്യുമ്പോൾ അതിനകത്ത് പങ്കാളികളാകുന്ന, ആ തിരുക്കർമ്മത്തിൻ്റെ അനുഷ്ഠാനത്തിൽ പങ്കാളികളാകാൻ വേണ്ടി മെത്രാന്മാർ നിശ്ചയിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് CCC എടുത്തു പറയുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് അറിയാമോ? സഹായികൾ, ശുശ്രൂഷകർ, വായനക്കാർ, വ്യാഖ്യാതാക്കൾ, ഗായക സംഘത്തിലെ അംഗങ്ങൾ, ഇവരും ദേ ആർ ഓൾസോ ട്രൂ പാർട്ടിസിപ്പൻസ് ഓഫ് ദ ലിറ്റർജി. അവരും ഇതിൻ്റെ യഥാർത്ഥമായ ഭാഗഭാക്കുകളാണ്. അതിൻ്റെ ആരാധനാക്രമ ധർമ്മം, ദൗത്യം നിർവഹിക്കുന്നവരാണ്. ഒന്നാമത്തെ സഹായികളാണ്, ശുശ്രൂഷകർ. പരിശുദ്ധ കുർബാനയിലും മറ്റു കുദാശകളിലുമൊക്കെ പല വിധത്തിൽ സഹായിക്കുന്ന ആളുകൾ. പ്രധാനമായും ശുശ്രൂഷകരെക്കുറിച്ച് നമുക്ക് ആദ്യം പറയാം. ശുശ്രൂഷകരെക്കുറിച്ച് പറയാം. ആരാണ് പരിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷി? നമ്മൾ പരിശുദ്ധ കുർബാനയുടെ പുസ്തകത്തിനകത്തൊക്കെ സിറമലബാർ ക്രമത്തിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ശുശ്രു എന്ന് എഴുതിച്ചിട്ടില്ല. ശുശ്രു ആരാണ്? ഈ ശുശ്രു ആരാണ്? ഈ ശുശ്രു നമ്മുടെ വിചാരം ഓൾട്ടർ ബോയ്സ് ആണെന്നാണ്, അല്ലേ? നമ്മൾ പൊതുവിൽ ഈ ശുശ്രൂഷികളെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊക്കെ കടന്നു വരുന്നത് ഓൾട്ടർ ബോയ്സ് ആണ്. കുഞ്ഞു പീക്കിരി പിള്ളേരെല്ലാം കൂടി നല്ല കുഞ്ഞുടുപ്പൊക്കെ ഇടിപ്പിച്ച് അച്ഛൻ്റെ അപ്പുറത്തപ്പുറത്ത് ഇങ്ങനെ നല്ല ഇങ്ങനെ ശിങ്കിടികളെ പോലെ ഇങ്ങനെ നിർത്തും. അപ്പോൾ ഇവരെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സമാനമോടുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിടയ്ക്ക് വിളിച്ചു പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു സംവിധാനമാണ് ഇവർ എന്നാണ് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുള്ളത്. എന്നാൽ ഈ ഓൾട്ടർ ബോയ്സ് അല്ല ശരിക്കും ഓൾട്ടർ ബോയ്സ്. അല്ല ഓൾട്ടർ ബോയ്സ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഈ അൾത്താരയിലെ പരിശുദ്ധ ഉദാശകളുടെ ശുശ്രൂഷി എന്ന് വിളിക്കുന്നത് ഡീക്കന്മാരെയാണ്. അത് ഡീക്കന്മാരാണ്. പലരും വിചാരിക്കുന്ന ഓൾട്ടർ ബോയ്സ് ആരാ? മാലാഖമാരാണെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. ഓൾട്ടർ ബോയ്സ് മാലാഖമാരുടെ റോളിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഓൾട്ടർ ബോയ്സ് അങ്ങനെ പല വിധത്തിൽ ഓൾട്ടർ ബോയ്സിൻ്റെ ദൗത്യം ഇതാണെന്നൊക്കെ കരുതുന്നവരുണ്ട്. പക്ഷേ ഓൾട്ടർ ബോയ്സ് യഥാർത്ഥത്തിൽ ആർക്ക് പകരമാണ് നിൽക്കുന്നത് അറിയാമോ? ഡീക്കന്മാർക്ക് പകരമാണ് നിൽക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ഇന്ന് പൊതുവിൽ ഡീക്കന്മാർ പട്ടത്തിന് തൊട്ട് മുമ്പുള്ള ആ ചെറിയ പട്ടം സ്വീകരിച്ചിരിക്കുന്ന ആളുകളാണ് എന്ന് നമ്മൾ പൊതുവെ മനസ്സിലാക്കാം. എന്നാൽ ഡീക്കൻ എന്ന് പറയുന്നത് അടുത്ത വർഷം പട്ടം മേടിക്കാനിരിക്കുന്നവർ മാത്രമല്ല, ഡീക്കൻ എന്ന് പറയുന്നത് തന്നെ സഭയിലെ ഒരു പ്രത്യേക ശുശ്രൂഷയാണ്. സഭയിൽ അൽമായ ഡീക്കന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് ഡീക്കൻസ് എന്നൊക്കെ പറയുന്ന, അവർ സ്ഥിരമായി ഡീക്കൻ പട്ടത്തോടുകൂടെ ജീവിക്കുന്ന ആളുകൾ. അവർ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അവർ ഡീക്കന്മാരുടെ ശുശ്രൂഷയുടെ റോളിൽ തുടരും. അതുകൊണ്ട് ഡീക്കന്മാരെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ അടുത്ത വർഷം പട്ടം കിട്ടാനുള്ളവരെന്ന് കരുതേണ്ടതില്ല. പക്ഷേ അവർ സുദീർഘമായ പരിശീലനം സിദ്ധിക്കുന്നവരും പൗരോഹിത്യത്തോട് വൈദികര പൗരോഹിത്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുമാണ്. അപ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ ഈ ശുശ്രൂഷികൾ. നമ്മുടെയൊക്കെ ഇടവകളുടെ ഓൾട്ടർ ബോയ്സിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. മക്കളെ, നിങ്ങൾ വെറുതെ ചുമ്മാ എന്തെങ്കിലും കാക്കിരി പീക്കിരി കാണിക്കുന്ന കുട്ടികളല്ല. നിങ്ങൾ നിൽക്കുന്നത് ഒരു ഡീക്കൻ്റെ റോളിലാണ്.
ഇനി അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഇപ്പോൾ സീറോ മലബാർ ക്രമത്തിലൊക്കെ ആണെങ്കിൽ ഈ ശുശ്രൂഷയുടെ പ്രാർത്ഥനകളൊക്കെ, അവരുടെ ആഹ്വാനങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ എന്നൊക്കെ അവരോട് പറയുകയാണ്. ഇതൊരു കൊച്ചു പറയേണ്ട കാര്യമാണോ? ഒരു കൊച്ചാണോ ഈ വലിയ അപ്പൂപ്പനും അമ്മൂമ്മയും കാർന്നോന്മാരുടെ പ്രായമുള്ള ആളുകളും ഒക്കെ നിൽക്കുന്ന വലിയ സമൂഹത്തോട് തിരിഞ്ഞിട്ട് നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ എന്നൊക്കെ കൽപ്പിക്കാൻ അവരാരാണ്? അതൊരു ഡീക്കനാണ് ചെയ്യുന്നത്. ഡീക്കൻ്റെ ദൗത്യമാണ്. ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം, ഇവിടെ വലിയ കാര്യങ്ങൾ പരികർമ്മം ചെയ്യപ്പെടുന്നു എന്നൊക്കെ ജനത്തെ അറിയിക്കുന്നത് ഡീക്കനാണ്. ഡീക്കനാണ് ദൈവജനത്തെ ഈ പരിശുദ്ധ രഹസ്യങ്ങളിലേക്ക് സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ എന്നൊക്കെ ആഹ്വാനം ചെയ്യുന്നത്. ദൈവജനത്തോട് നിങ്ങളിവിടെ നടക്കുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ എന്നൊക്കെ ആഹ്വാനം ചെയ്യുന്നത്, നമുക്ക് ഇന്ന കാര്യം ചെയ്യാം, സമാധാനം നമ്മോടുകൂടെ എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈശോ മിശിഹാ ഇവിടെ യഥാർത്ഥത്തിൽ സന്നിഹിതനാണ്, നിങ്ങൾക്കറിയാമോ, ശ്രദ്ധാപൂർവം പ്രാർത്ഥിക്കൂ, നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ ദൈവജനത്തെ ആഹ്വാനം ചെയ്യാൻ മാത്രം വളർന്ന ആളുകളാണ് ഈ ഡീക്കന്മാർ. അത് വെറുതെ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല, വെറുതെ കുഞ്ഞുപിള്ളേർ ചെയ്യേണ്ട ഒരു കാര്യമല്ല. പക്ഷേ സഭയിൽ ഓൾട്ടർ ബോയ്സിനെ അനുവദിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? എല്ലായിടത്തും ഡീക്കന്മാർ അവൈലബിൾ അല്ല. ഡീക്കൻ ഉണ്ടെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷി ഡീക്കനാണ്. എല്ലാ കുദാശകളുടെയും ശുശ്രൂഷി ഡീക്കനാണ്. ഇനി ഈ ഓൾട്ടർ ബോയ്സ് സ്വാഭാവികമായി അവർക്ക് പൗരോഹിത്യത്തിലേക്കൊക്കെ അവരൊത്തിരി അടുപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല മനോഹരമായ കാര്യമാണ്. ഈ ഓൾട്ടർ ബോയ്സിൻ്റെ ശുശ്രൂഷ ഒത്തിരി വലുതാണ്, വിലയുള്ളതാണ്, നല്ലതുമാണ്. അതൊന്നും അബോളിഷൻ എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവർ നിൽക്കുന്നത് അവരെക്കാൾ വലിയ റോളിലാണെന്ന് അവരെ നിരന്തരം ഓർപ്പിക്കണം. അല്ലെങ്കിൽ അവർ കുഞ്ഞുപിള്ളേരെ പോലെ അവിടെ നിന്ന് തോണ്ടിപ്പിടിച്ചും കളിച്ചുമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കാൻ തുടങ്ങും. അവരെ ഇത് പഠിപ്പിക്കണം, ശ്രദ്ധാപൂർവം ഇത് ചെയ്യാൻ പഠിപ്പിക്കണം. ഇനി മാത്രമല്ല, ഈ വായനകൾ മറ്റൊന്ന് വായനകളാണ്. ഈ നമ്മൾ വായിച്ചു സഹായികൾ, വായനക്കാർ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? പഴയ നിയമ ഗ്രന്ഥങ്ങൾ, ലേഖന ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നത് നമ്മൾ പരിശുദ്ധ കുർബാന ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സുവിശേഷം വായിക്കുന്നത് പൗരസ്ത്യ പാരമ്പര്യത്തിലൊക്കെ ആണെങ്കിൽ കാർമ്മികൻ തന്നെയാണ്. ഈ കാർമ്മികൻ സുവിശേഷം വായിക്കും. എന്നാൽ അതിന് മറ്റു വായനകൾ, പഴയ നിയമ വായനകൾ, ലേഖന വായനകൾ, അതൊക്കെ ചെറുപട്ടങ്ങൾക്ക് നിയോഗിച്ചിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ആരെങ്കിലും വായിക്കും. നമ്മുടെ പള്ളിയിലൊക്കെ ഏതെങ്കിലും ഒരാൾ വന്നിട്ട്, ഏതൊരു ചേട്ടനോ ചേച്ചിയോ വന്നിട്ട് ബൈബിൾ തുറന്നിട്ട് അതിനകത്ത് ലേഖന ഭാഗവും പഴയ നിയമമൊക്കെ വായിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആരെങ്കിലും അൽമായയുടെ ഒരു വായനയുടെ കാര്യമാണെന്നാണ്. അല്ല, ചെറുപട്ടങ്ങൾക്കാണ് ഈ കറോയ, ഹോപ്പുദിയാക്കന, ശംശാന എന്നൊക്കെ നമ്മൾ പൗരസ്ത്യ പാരമ്പര്യത്തിലൊക്കെ കേൾക്കുമല്ലോ. അല്ലെങ്കിൽ സബ് ഡീക്കൻ എന്നൊക്കെ, റീഡർ എന്നൊക്കെ പറയുന്ന പട്ടങ്ങൾ. അപ്പം ഈ താഴത്തെ ആദ്യത്തെ പട്ടം കിട്ടുമ്പോഴാണ് ഒരാൾ പഴയ നിയമം വായിക്കാനായിട്ട് അർഹനാകുന്നത്. അതൊരു പട്ടത്തിൻ്റെ റീഡിങ്ങാണ്, അതൊരു താഴ്ന്ന പട്ടത്തിൻ്റെ റീഡിങ്ങാണ് പഴയ നിയമ വായന. ഇനി രണ്ടാമത്തെ അടുത്ത പട്ടത്തിൻ്റെ റീഡിങ്ങാണ് ലേഖന വായന. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ഓർമ്മയുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു മേജർ സെമിനാരിക്കാരൻ അവിടെ ഉണ്ടായിരിക്കെ വേറെ ആരും ലേഖന വായന നടത്താൻ പാടില്ല, അത് ഉചിതമല്ല. നമ്മൾ പറഞ്ഞു വന്നത് ചെറുപട്ടങ്ങളുടെ ദൗത്യങ്ങൾ പരിശുദ്ധ കുദാശകളുടെ പരികർമ്മത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ചുമ്മാ വെറുതെ ഇങ്ങനെ ആരെങ്കിലും കയറി ഒന്ന് വായിക്കുക എന്ന വിധത്തിൽ പരിശുദ്ധ കുർബാനയിലെ വായനകൾ സംഭവിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് വളരെ പ്രായോഗികമായൊരു കാര്യം ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ടത്, ഇത് സഭ അൽമായർക്ക് ഒരു ഡീക്കൻ്റെ ഒക്കെ അഭാവത്തിൽ, അല്ലെങ്കിൽ ഒരു സബ് ഡീക്കൻ്റെ അഭാവത്തിൽ, കാറോയ, ഹോപ്പുദിയാക്കന പട്ടങ്ങളുടെ അഭാവത്തിൽ അത് അൽമായർക്ക് അത് അനുഷ്ഠിക്കാനായിട്ടുള്ള അവകാശം തന്നിട്ടുണ്ട് എങ്കിൽ പോലും വളരെ ശ്രദ്ധാപൂർവം അത് ബഹുമാനപ്പെട്ട വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ പരികർമ്മം ചെയ്യപ്പെടേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഒരു ലേഖന ഭാഗം വായിക്കുക എന്ന് വിചാരിച്ചു. അപ്പോൾ എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ പഴയ നിയമത്തേക്കാൾ മുകളിലാണ് ലേഖന വായന. അപ്പോൾ അതുകൊണ്ട് വായിക്കാനായിട്ട് ഒരാളെ ഏൽപ്പിക്കും പോലും നമുക്ക് ഈ ഒരു ബാലൻസിങ് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സെമിനാരിക്കാരനുണ്ട്, ഒരു മേജർ സെമിനാരിക്കാരനുണ്ട്, ഒരു സിസ്റ്ററും അവിടെയുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ രണ്ടുപേരാണ് വായിക്കാൻ ഏൽപ്പിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ ലേഖനം വായിക്കുകയും ഈ മേജർ സെമിനാരിക്കാരൻ പഴയ നിയമം വായിക്കുകയും ചെയ്യുന്നത് ഉചിതമല്ല. ആ സമയം തിരിച്ചാണ് അങ്ങനെ ഒരു ആവശ്യം വന്നാൽ ചെയ്യേണ്ടത്. കാരണം അതൊരു പട്ടത്തിൻ്റെ ശുശ്രൂഷയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ പട്ടമെങ്കിലും ഉള്ള ഒരാൾ ഉണ്ടായിരിക്കെ അദ്ദേഹത്തിൻ്റെ പട്ടത്തിൻ്റെ അധികാരത്തോടു കൂടിയുള്ള ശുശ്രൂഷ ഈ കുദാശയ്ക്കകത്ത് പരികർമ്മം ചെയ്യപ്പെടണം എന്നുള്ളതാണ്. ഇനി കുട്ടികളെ കൊണ്ടൊക്കെ വായിപ്പിക്കുന്ന സാഹചര്യം, ചിലപ്പോഴൊക്കെ കുട്ടികളുടെ കുർബാനയ്ക്കകത്ത് കുട്ടികളെ കൊണ്ട് ലേഖനം വായിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പരിശുദ്ധ കുർബാനയ്ക്കകത്തുള്ള ലേഖന വായന
കുട്ടിയുടെ പരിശീലനത്തിനുള്ളതല്ല. ശരിയാണ്, കുട്ടിക്ക് അവസരം കൊടുക്കുകയൊക്കെ ചെയ്ത് അവനെ വളർത്തുകയൊക്കെ ചെയ്യാം. പക്ഷേ കുട്ടിയുടെ പരിശീലനമല്ല ആ കുർബാനയുടെ വായനയുടെ ഉദ്ദേശം. പകരം ദൈവജനത്തിന് കൊടുക്കുന്ന പ്രബോധനമാണ്. പ്രബോധന ഗ്രന്ഥങ്ങളിൽ നിന്നാണ് വായിക്കുന്നത്. അതുകൊണ്ടാണ് ആ കാർമ്മികന് നൽകുന്ന ആശീർവാദമൊക്കെ ശ്രദ്ധിച്ചാൽ ചിലപ്പോഴൊക്കെ മിശിഹാ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ഷോർട്ട് ഫോമാണ് കാർമ്മികൻ ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ വിപുലമായ ആശീർവാദമുണ്ട്. നിന്നെ ജ്ഞാനിയാക്കട്ടെ, നിൻ്റെ അധരിൽ നിന്ന് പുറപ്പെടുന്ന പ്രബോധക വചനം ശ്രവിക്കുന്ന ഏവർക്കും നിന്നെ നിർമ്മല ദർപ്പണമാക്കി മാറ്റുകയും ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള ആശീർവാദമൊക്കെ ഇതിനകത്തുണ്ട്. ഇത് സ്വീകരിച്ചിട്ടാണ് ഈ വായനക്കാരൻ വായിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കുട്ടീനെ വായിക്കാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് ഏൽപ്പിക്കുന്നവർ അന്നേരം സങ്കീർത്തിൽ വെച്ചൊരു പുസ്തകം എടുത്തു കൊടുത്തിട്ട് ഇത് വായിച്ചു നോക്കിയോട്ട് കയറിക്കോ എന്ന് പറയരുത്. ശ്രദ്ധാപൂർവം 1-2 ആഴ്ചകൾക്ക് മുൻപേ തന്നെ ആ കുഞ്ഞിനെ കൊണ്ട് വായിപ്പിച്ച് ഓരോ വാക്കും വ്യക്തമാകുന്നത് പോലെ വായിപ്പിച്ച് ഒരുക്കി പഠിപ്പിച്ചിട്ട് വേണം ആ കുഞ്ഞിനെ കൊണ്ട് വായിപ്പിക്കാൻ സാഹചര്യം വരികയാണെങ്കിൽ വായിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ പലപ്പോഴും പല സ്ഥലത്തും കാണുന്നതെന്നറിയാമോ, ലേഖനം വായിക്കുന്നതും പഴനിയും വായിക്കുന്നതും ജനത്തിന് മനസ്സിലാവാറേയില്ല. പല സ്ഥലത്തും അപൂർവം ചില സ്ഥലങ്ങളിലെങ്കിലുമൊക്കെ മുതിർന്ന ആളുകൾ വായിക്കുമ്പോൾ അത് അവർ ശ്രദ്ധിക്കും. അല്ലാത്ത കൊച്ചുങ്ങൾ ഞാൻ മുറിക്കേണ്ടാത്തടത്ത് മുറിച്ചും കൂട്ടിച്ചേർക്കണാർത്ത് കൂട്ടിച്ചേർത്തും വളരെ തെറ്റായ അർത്ഥങ്ങൾ വരുന്നത് പോലെ വാക്കുകൾ ഉച്ചരിച്ചും ഒക്കെ ഇങ്ങനെ മിഞ്ഞാമീം എന്നൊക്കെ ചില മൈക്ക് ഒരുമിച്ച് വെക്കാതെയൊക്കെ ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ കാണിച്ചു. പിന്നെ ആൾക്കാർ മിണ്ടാണ്ടങ്ങ് നിൽക്കും. ആ പരിശുദ്ധ കുർബാനയിലെ പ്രബോധനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് സുവിശേഷത്തിൽ നിന്നും വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നുമുള്ള നേരിട്ടുള്ള കേൾവി. അത് ആ ജനത്തിന് ശ്രദ്ധാപൂർവം കേൾക്കാൻ പറ്റണം. ഇനി കേൾക്കാൻ പറ്റിയാൽ മാത്രം പോരാ, അത് നൽകുന്ന വിധത്തിൽ കേൾക്കാൻ പറ്റണം. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ നിന്നാണ് വായിക്കുന്നത്. പൗലോസ്ലീഹയുടെ ലേഖനം അല്ലെങ്കിൽ ഒരു ലേഖനഭാഗം അപ്പോസ്തല പ്രവർത്തനം ഒക്കെ വായിക്കുന്നു വിചാരിച്ചു. ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചില സ്ഥലങ്ങളിൽ പൗലോസ്ലീഹ ചിലരെ വഴക്ക് പറയുന്ന ഭാഗം ഉണ്ടാവും. എന്ത്, തിന്നാനും കുടിക്കാനും നിനക്ക് വീടുകളില്ലേ? കർത്താവിൻ്റെ സഭയെ അപമാനിക്കാനാണോ നീ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഭാഗങ്ങളുണ്ടാവും. എന്നാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്ന പോലെ യാചിക്കുന്ന പോലത്തെ ഭാഗങ്ങളുണ്ടാവും. ഒരു കൊച്ചിന് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. ആ കൊച്ചിങ്ങനെ എന്താ തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലേ എന്നൊക്കെ പറഞ്ഞ് വായിക്കുമ്പോൾ അതിൻ്റെ ധ്വനി ഉണ്ടാവില്ല. ഈ സുവിശേഷകാരൻ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥകാരൻ ആ സഭാഗാത്രത്തിന് കൊടുക്കുന്ന ഉദ്ബോധനം, അത് വിശുദ്ധ ഗ്രന്ഥം നൽകുമ്പോൾ അത് സ്വീകരിക്കുന്ന ജനത്തിൻ്റെയും ഈ നൽകുന്ന വചനത്തിൻ്റെയും മധ്യേ ഈ വായനക്കാരൻ ഒരു തടസ്സമായി കയറി നിൽക്കരുത്. അതിപ്പം കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമില്ലാത്തതോടൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇവിടുത്തെ പ്രധാന ഉദ്ദേശം കുട്ടിയുടെ പരിശീലനമല്ല. പകരം അതിൻ്റെ ഉദ്ദേശം ഈ ആരാധനാക്രമത്തിൻ്റെ പ്രധാന ഭാഗമാകുന്ന പ്രബോധനത്തിൻ്റെ ഭാഗമാകുന്ന വായനകൾ വ്യക്തതയോടുകൂടെ വ്യതിരിക്തതയോടുകൂടെ അത് നൽകുന്ന ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടോടുകൂടെ ജനം കേൾക്കുക എന്നുള്ളതാണ്. അതവർക്ക് ആ വിധത്തിൽ അനുഭവപ്പെടണം. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗങ്ങൾ കേൾക്കുമ്പോൾ പ്രോത്സാഹനം അവരിലുണ്ടാവണം. ശാസിക്കപ്പെടുമ്പോൾ അവരുടെ ഹൃദയം നോവണം. ശാസിക്കുന്നു, ഈ സ്ലീഹ എന്നെ ശാസിക്കുന്നു എന്നോർക്കണം. ഇതൊരു കുട്ടിക്ക് തപ്പിപ്പടഞ്ഞു വായിക്കാനുള്ള സ്ഥലമായി മാറരുത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലാണെങ്കിൽ അത് ഏതെങ്കിലും കൊച്ചിനെ കൊണ്ട് വായിക്കുന്നതിനേക്കാൾ ആ ഇടവകയിലെ ഏറ്റവും നന്നായി അത് വായിക്കാൻ, ഇപ്പം ഈ പറഞ്ഞ പൗരോഹിത്യ ശുശ്രൂഷ ചെറിയ പട്ടങ്ങളുള്ളവരൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും മുതിർന്നതോ ഏറ്റവും നന്നായി ഇത് ചെയ്യാൻ കഴിയുന്നതോ ആയ ആളുകളെ അത് ഭരമേൽപ്പിക്കുകയും അവർ ദൈവജനത്തിന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ സ്ഫുടതയോടുകൂടെ വ്യക്തതയോടുകൂടെ ആ പ്രബോധനം അവരെ ശ്രവിപ്പിക്കുകയും ചെയ്യണം. അതുകൊണ്ട് വായനക്കാരുടെ ദൗത്യം പരിശുദ്ധ കുർബാനയിൽ മറ്റ് ആരാധനയൊക്കെ ആണെങ്കിലും വളരെ ഗൗരവമുള്ളതാണ്. പലപ്പോഴും ഞാൻ കാണാറുണ്ട് ഈ വിവാഹം എന്ന ഉദാശയ്ക്കകത്തൊക്കെ വളരെ ഗൗരവമായ പ്രബോധനം. മിശിഹ തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസായിരിക്കട്ടെ, സഭ മിശിഹായ്ക്ക് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യ ഭർത്താവിന് വിധേയമായിരിക്കട്ടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു വന്ന് തപ്പിത്തടഞ്ഞ് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതാ ദമ്പതികൾക്ക് കൊടുക്കുന്ന മിശിഹായുടെ ഒരിക്കൽ കൊടുക്കുന്ന പ്രബോധനമാണ്. എന്ന് വെച്ചാൽ ആ വിവാഹത്തിൻ്റെ സമയത്താണ് അവർക്ക് ആ പ്രബോധനം കൊടുക്കുന്നത്. അവർ മുൻപത് വായിച്ചിട്ടുണ്ടാവും, പിന്നീട് അത് വായിക്കുമായിരിക്കും, അവർ കേട്ടിട്ടുള്ള ഭാഗമായിരിക്കും, ചിലപ്പോൾ കേട്ടിട്ടില്ലാത്ത ഭാഗമായിരിക്കാം. പക്ഷേ കർത്താവായ മിശിഹ പൗലോസ്ലീഹ വഴി തിരുവചനത്തിലൂടെ കൊടുക്കുന്ന ശക്തമേറിയ കൽപ്പനയാകുന്ന പ്രബോധനം അതുപോലെ ആ ജനം കേൾക്കണം.
അല്ലാതെ ചുമ്മാ പിള്ളേരാരാണ്ട് എന്തോ കുട്ടിക്കഥ വായിക്കുന്ന പോലെ അവിടെ പോയി ഇരുന്നിട്ട് തപ്പിത്തറഞ്ഞ് വായിക്കേണ്ട ഒരു കാര്യമാക്കി അത് മാറാതിരിക്കാൻ ഞങ്ങൾ ഉൾപ്പെടുന്ന ബഹുമാനപ്പെട്ട വൈദികരും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും സഭാശുശ്രൂഷകരും ദൈവജനവും അതിന് മുൻകൈ എടുക്കണം. ഇനി ഒരു കുട്ടിയെ കൊണ്ട് അത് വായിപ്പിക്കുന്നെങ്കിൽ മുതിർന്ന കുട്ടിക്ക് അതിന് അവസരമുള്ളൂ എന്ന് ഉറപ്പുവരുത്തണം. ആ കുട്ടി അതൊന്ന് പലതവണ വായിച്ചൊരുങ്ങുകയും ബോധ്യപ്പെടുകയും അർത്ഥമറിയുകയും ചെയ്തിട്ടേ അത് വായിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തണം. അത് അവിടുത്തെ ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട തിരുക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ കടമയാണ്. അവരുടെ ഔദാര്യമൊന്നുമല്ല, അവരുടെ കടമയാണ്. ആ ആരാധനാക്രമം അർത്ഥപൂർണമായി അർപ്പിക്കാൻ അച്ഛൻ മാത്രം വിചാരിച്ചാൽ പോരാ, അതിനൊരു കൂട്ടായ്മയുണ്ട്. അതുകൊണ്ടാണ് ഈ ദേവാലയ ശുശ്രൂഷികൾ അതിനകത്ത് കപ്പ്യാരെന്ന് പറയുന്ന ആൾക്ക് വലിയ റോളുണ്ട്. ഒരു ആരാധനാ ശുശ്രൂഷയെ ഏറ്റവും മനോഹരമാക്കുന്നത് കപ്പ്യാരുടെ ശുശ്രൂഷയാണ്. ഒരു ദേവാലയ ശുശ്രൂഷി എന്ന കപ്പ്യാർ അദ്ദേഹം ആ ഇടവകയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം വെറുതെ ഒരു ജോലി ചെയ്യുന്ന ഒരാളല്ല. ചിലപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കാവുന്നത് ആവർത്തിച്ചിത് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് മറ്റൊരു ജോലി പോലെ തന്നെ എടുത്തു വയ്ക്കുന്നു, ഇങ്ങനെ പോകുന്നു എന്ന മട്ടിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ ആ ശുശ്രൂഷയെക്കുറിച്ച് കൂടുതൽ പറയാം. എന്തായിരുന്നാലും വളരെ ആദരവോടെ ചെയ്യേണ്ട പ്രതിഫലമുള്ള, സ്വർഗത്തിൽ വലിയ പ്രതിഫലമുള്ള ഒരു ശുശ്രൂഷയാണ് ഈ കപ്പ്യാരെന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ ശുശ്രൂഷയുടെ ദൗത്യം. അത് വളരെ ഉദാത്തമായ ദൗത്യമാണെന്നും ഒരു കപ്പ്യാർ ഒരു ഉന്നത സ്ഥാനീയനാണെന്നും നമ്മൾ അറിയണം. ഉന്നത സ്ഥാനീയനാണ്. ചിലപ്പോഴെങ്കിലുമൊക്കെ ചില പള്ളികളിലൊക്കെ കപ്പ്യാർക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ ഇയാൾ ചുമ്മാ പറക്കി വയ്ക്കാൻ നിൽക്കുന്ന ഒരാൾ എന്ന മട്ടിൽ കാണാറുണ്ട്. കപ്പ്യാർ ഒരു വലിയ ശുശ്രൂഷ. പണ്ട് കാലത്ത് കപ്പ്യാരച്ഛൻ എന്നൊക്കെ വിളിക്കുമായിരുന്നു, അങ്ങനെ വിളിക്കണമെന്നില്ല. പക്ഷേ അങ്ങനെ ഒരു വില അവർക്കുണ്ട്. അവർ ദേവാലയ ശുശ്രൂഷയാണ്, ദേവാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. അദ്ദേഹം ഈ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും ശ്രദ്ധാപൂർവ്വം ഇടപെടാനും കൂടെ കെൽപ്പുള്ള ആളായിരിക്കണം. പലപ്പോഴും അതിന് വലിയ പ്രതിഫലമൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും കുറച്ചുകൂടെ പ്രാഗൽഭ്യമുള്ള ആളുകളൊക്കെ അതിലേക്ക് വരാതിരിക്കുന്നതെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ചെറിയ ഇടവകൾക്കൊന്നും അതിന് അത്ര സാധ്യമായിരിക്കില്ല. അദ്ദേഹത്തിന് കുടുംബത്തെ കൂടെ പുലർത്താനുള്ള കടമയൊക്കെ ഇടവകയ്ക്കുണ്ട്. പല രൂപതകളിലും അതിന് സഭയിൽ, ശ്രീമലബാർ സഭയിൽ പൊതുവിൽ അതിന് നിയമങ്ങളുണ്ട്. എന്ത് സാലറി കൊടുക്കണം, മുഴുവൻ സമയ കപ്പ്യാർക്ക് എന്ത് കൊടുക്കണം എന്നുള്ളതൊക്കെ ഉണ്ട് താനും. എന്നായിരുന്നാൽ തന്നെയും ഇതൊരു വളരെ ഗൗരവമുള്ളതാണ്. മറ്റേത് ഗായക സംഘമാണ്. ഗായക സംഘം മറ്റൊന്ന് വ്യാഖ്യാതാക്കളെക്കുറിച്ച് പറയും. അത് ചിലപ്പോൾ പല ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റുകളിലാണ്. ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടേണ്ട ആൾക്കാർ, ചില പ്രത്യേക കോണ്ടെക്സ്റ്റുകളിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാവാം. ചിലപ്പോൾ ഒക്കെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്കുള്ളതുപോലെ കാറ്റക്കിസ്റ്റുകളൊക്കെ ഉണ്ടാവും. അവരുടെ ശുശ്രൂഷകളും ഇതിനകത്ത് ഭാഗവാക്കുകളാകാറുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊന്ന് ഗായക സംഘത്തിൻ്റെ ശുശ്രൂഷകരാണ്. ഈ ഗായക സംഘം അവിടുത്തെ ഒരു പാട്ട് സംഘമല്ല, അവർ വെറുതെ പാട്ടുകാരല്ല, ഒരു ട്രൂപ്പല്ല. അതായത് ഒരിടവകയ്ക്കൊരു ഗാനമേള ട്രൂപ്പ് ഉള്ളതുപോലത്തെ ഒരു ട്രൂപ്പല്ല ഈ ഗായക സംഘം അവർ ഈ ആരാധനാക്രമത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗവാക്കുകളാണ്. നമ്മൾ ഈ ക്ലാസ്സുകൾക്കകത്ത് തന്നെ അനേകം തവണ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഈ ഗായക സംഘത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഓരോ പ്രാവശ്യവും പലപ്പോഴും ഒരു വർഷത്തിൽ എത്രയോ തവണയാണെന്നറിയാമോ ഞാൻ പോലും പല സ്ഥലങ്ങളിൽ ഈ ഗായക പ്രവൃത്തികളെക്കുറിച്ച് ദുഃഖിക്കേണ്ട ഇടവരാറുള്ളത്. ചിലപ്പോഴേക്കും അവർ ചുമ്മാ അവർക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ പാടുന്നു. എല്ലാവരെക്കുറിച്ചല്ല പറയണം. ചില സ്ഥലങ്ങളൊക്കെ ഇപ്പം വിശ്വാസപ്രമാണമൊക്കെ ആണെങ്കിൽ അവരൊരു മേളം എന്ന പോലെ ഒരു വിഭാഗം ഇവിടെ പാടുന്നു, ഒരു വിഭാഗം അവിടെ പാടുന്നു. ആരും അറിയുന്നവർ പോലും പലപ്പോഴും തിരുത്തി കൊടുക്കാൻ പോകാതിരിക്കുന്നു. ഗായക സംഘത്തിനിടയ്ക്ക് ചെറിയ റൈവലറികളൊക്കെ, ആരാണ് വലിയ പാട്ടുകാരൻ, ചില മൈക്കും ഇങ്ങോട്ട് പിടിച്ച് വയ്ക്കുന്നു, അങ്ങനത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ. അതൊക്കെ ഇതൊരു ആരാധനാക്രമത്തിൻ്റെ പങ്കാളികളാണ് ഞങ്ങളെന്ന് ഓർക്കാത്തതുകൊണ്ട് പറ്റുന്നതാണ്. അതുപോലെ അവർ തിരഞ്ഞെടുക്കുന്ന ഗീതങ്ങൾ ആരാധനാക്രമ ഗീതങ്ങൾ തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അവർക്കിഷ്ടമുള്ള പാട്ട് പാടുന്നതിനേക്കാൾ കാർമ്മികനോട് നേരത്തെ ചെന്ന് ആ കൂദാശ പരിക്രമത്തിൽ എവിടെ പാടുന്ന പാട്ടുകളും, അതിപ്പം എന്താ പറയുക, പ്രവേശന ഗീതം മുതൽ എല്ലാം ഏതാണ് പാടുന്നത്, ആ പാട്ടിൻ്റെ വരികൾ ഈ ആരാധനാ കോണ്ടെക്സ്റ്റിനോട് ചേർന്ന് പോകുന്നതാണോ, അതിന് തിയോളജിക്കൽ ഡെപ്ത് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് തിരഞ്ഞെടുക്കാൻ കടപ്പെട്ടവരാണ്. ഇനി മാത്രമല്ല, അവർ ദൈവജനത്തെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നവരാണ്. അവർ പാട്ടുപാടുന്നവരല്ല, ദൈവജനത്തെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദൈവജനത്തിന് പാടുന്നതിന് അവരുടെ പാട്ട് തടസ്സമാകരുത്. ചിലപ്പോഴൊക്കെ സംഭവിക്കാവുന്നത്, അപൂർവമൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഓർക്കണം, ചില ദേവാലയ സംഗീത ഗായകർ അവരാളുകൾക്ക് പാടാൻ പറ്റാത്ത പോട്ടത്തെ സംഗതിയൊക്കെ ഇട്ടിട്ട് അങ്ങ് പാടിക്കളയും. അപ്പോൾ ജനം പെട്ടെന്നങ്ങ് നിന്നു പോകും. അങ്ങനെ ഇവർക്ക് മാത്രം പറ്റുന്ന പോലെ ചില ഈ സംഗതികൾ ഇടുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അപ്പം അങ്ങനെ ചിലൊരു ഇങ്ങനെയൊക്കെ ആക്കി, അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് ആക്കി പാടുമ്പം ജനം പെട്ടെന്നങ്ങ് നിന്നു പോകും.
കേൾക്കാൻ ചിലപ്പോൾ ഇമ്പമുണ്ടാകും, പക്ഷേ അതൊരു സോളോ അല്ല. അത് ആ പാട്ടുകാരൻ്റെ പാട്ടിനെ കേൾക്കാനുള്ളതല്ല. ദൈവജനത്തിന് എല്ലാവർക്കും പാടാൻ കഴിവൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അവരെ അക്കമ്പനി ചെയ്യുന്ന അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ദൗത്യമാണ് ഗായക സംഘത്തിനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഉചിതമായിട്ടുള്ള എന്താണെന്നറിയാമോ, ഗായക സംഘം ഒരു സംഘമായി നിന്ന് അടുപ്പിച്ച് മൈക്കൊന്നും ഉപയോഗിക്കാതെ ജനത്തിൻ്റെ കൂടെ പാടുന്നതാണ്. അപ്പോൾ അവരുറക്കെ പാടുമ്പോൾ ആളുകൾക്ക് കോൺഫിഡൻസോട് കൂടെ പാടാൻ പറ്റും. എന്നുവെച്ചാൽ എല്ലാവർക്കും അതിൻ്റെ ഈണമൊന്നും അത്ര എളുപ്പമൊന്നും അല്ലല്ലോ. അപ്പോൾ അവരുടെ ഭക്തിയും അവരുടെ ഒരുമിച്ചുള്ള ആലാപനവുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഗായക സംഘത്തിൻ്റെ ഭക്തി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അവർ പാടുകയല്ല ചെയ്യേണ്ടത്, അവർ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അവർ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നത് വഴി അവിടെ അശ്രദ്ധമായി നിൽക്കുന്ന ഒരാൾക്ക് പോലും പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരാൻ പറ്റണം. അതുകൊണ്ട് ഗായക സംഘത്തിൻ്റെ റോള് ചെറുതല്ല. അവർ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് സാധിക്കുമെങ്കിൽ കുറച്ച് നേരത്തെ എത്തി കാർമ്മികനോട് ഒത്തു നിന്ന് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് ആശീർവാദവും സ്വീകരിച്ചിട്ട് വേണം ഈ പരിശുദ്ധ കുർബാനയിലും കുദാശകളിലും ഒക്കെ ഗാനം ആലപിക്കാനായിട്ട് വരാൻ. പലപ്പോഴും നമ്മൾ കാണുന്നത് ആരെങ്കിലും ചാടി വന്നൊരു മൈക്ക് കൊടുത്തിട്ട് അവിടെ സൈഡിലങ്ങ് നിൽക്കും. അതൊരു കൂട്ടായ്മയിൽ ചെയ്യേണ്ട ശുശ്രൂഷയാണ്. എപ്പോഴും ഇത് കേൾക്കുന്ന ഗായക സംഘമൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഓർക്കണം. നിങ്ങൾ ചെയ്യുന്നത് ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. ദൈവജനത്തെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നവരാണ് നിങ്ങൾ. ആരാധനാക്രമത്തിൻ്റെ വളരെ ക്രിയാത്മകമായ പങ്കാളിത്തമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഗാനങ്ങൾ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. അത് സഭ നൽകുന്നത് പാടുക എന്നുള്ളതും കാർമ്മികനോടുള്ള ആലോചനയോട് ചേർന്ന് ആ പ്രാർത്ഥനകൾ അർപ്പിക്കുക എന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട കാര്യം. ഇനി അതുപോലെ തന്നെ ഈ ഗായക സംഘം ആരാധനാക്രമത്തിന് ചേർന്ന ജീവിതം നയിക്കാനും ബാധ്യസ്ഥരാണ്. എല്ലാവരും അതെ, സമൂഹം തന്നെ. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു അനുഭവം പറയുന്നത് കുഴപ്പമില്ലായിരിക്കും. അതായത് അത് ഞാൻ വർഷങ്ങളായി, പക്ഷേ എനിക്കത് ഭയങ്കരമായ ഒരു ഷോക്കായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഞാൻ ഒരു പരിശുദ്ധ മാമോദിസ പരികർമ്മം ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ആ ഗായക സംഘമാണ് ഈ മാമോദിസയിൽ പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അതേ ദേവാലയത്തിൻ്റെ താഴത്തെ ഓഡിറ്റോറിയത്തിലാണ് ഈ പാർട്ടി പോലെ അവർ ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതേ ഗായക സംഘമാണ് അവിടെ പാട്ട് പാടുന്നത്. അവിടെ ഒരു പാട്ടുമേളയൊക്കെ നടത്തുന്നുണ്ട്. ഈ മാമോദിസയായിട്ട് ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ ഗാനമേള പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇതേ ഗായക സംഘം താഴ്ത്തു പോയിട്ട് ഗാനമേള പോലെയൊക്കെ നടത്തുകയൊക്കെയാണ്. ആളുകൾ ഭക്ഷണം കഴിക്കുന്നു, അതിനിടയ്ക്ക് ഇച്ചിരി ആങ്കർ, പിന്നെ ഈ ഗായക സംഘം തന്നെ പാട്ട് പാടുന്നു. ഞാൻ ഇറങ്ങി വരുമ്പോൾ കേൾക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഈ മാമോദിസ സ്വീകരിച്ച മിശിഹായുടെ ശരീരത്തിൻ്റെ അവയവമായി മാറിയ ഈ പുതിയ കുഞ്ഞിനെ കൊണ്ടുപോയി താഴ്ത്ത് കിടത്തിയിട്ട് അവിടുത്തെ ഗാനമേള സംഘം പാടുകയാണ്. ഏത് പാട്ടാണ്? എൻ്റെ ബാലഗോപാലിനെ എണ്ണ തേപ്പിക്കുമ്പോൾ പാടരീന്ന് പറഞ്ഞൊരു പാട്ട്. ഞാനത് എപ്പോഴും ഓർത്തിരിക്കും. എന്ത് കോണ്ടെക്സ്റ്റാണത്! നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ബാലഗോപാലനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഒരേ ഗായക സംഘം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് താഴ്ത്തു വന്നിട്ട് പാടുക. ഞാൻ നേരിട്ട് കണ്ടതാണത്. അതിൻ്റെ വിഷമം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. ആ ഗായക സംഘത്തിൻ്റെ അധരങ്ങളിൽ ദൈവസ്തുതി എല്ലായ്പ്പോഴും നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട്. അവരുടെ ജീവിതവും അവരുടെ ഗാനവും ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. കണ്ണിക്കണ്ട എല്ലാ ആഭാസ ഗാനങ്ങളും പാടാൻ പോവുകയും എന്നിട്ട് ദേവാലയത്തിൽ വരുമ്പോൾ മറ്റൊരു ഗാനമേള ഇവിടെ നടത്തുകയും ചെയ്യുന്നവർ ദൈവജനത്തെ ഒരിക്കലും പാട്ട് പാടാൻ സഹായിക്കില്ല. അതിൻ്റെ അർത്ഥം മറ്റൊരു പാട്ട് ഒരുത്തിലും പാടണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അവർ ഈ കാര്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട അധരങ്ങളാണെന്ന് അവർക്കറിയാമെങ്കിൽ അതവരെ ഒത്തിരി സഹായിക്കും. അതവർക്ക് വലിയ സ്വർഗീയ പ്രതിഫലത്തിന് കാരണമായി തീരും. അതുകൊണ്ട് അത് അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ അവർ ഈ ശുശ്രൂഷയുടെ ഭാഗവാക്കുകളാണ്. അവർ ദൈവജനത്തെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നവരാണ് എന്നോർക്കണം. ചിലപ്പോഴൊക്കെ ചിലപ്പോഴെങ്കിലും ഗായക സംഘം അച്ഛന്മാരെ വെല്ലുവിളിക്കുന്ന പോലെ പാടുന്നത് പോലും ഞങ്ങൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അത് ഞങ്ങളിങ്ങനെ പാടും എന്ന മട്ടിലൊക്കെ. അപ്പം അങ്ങനത്തെ ഒന്നും ഒരു സ്ഥലത്ത് പോലും ഒരിടത്താണെ പോലും അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ നമുക്ക് കടമയുണ്ട്. എന്നിട്ട് തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ കൂദാശകളുടെ ആഘോഷത്തിൽ സമൂഹം മുഴുവനുമാണ് ശുശ്രൂഷകർ. ആരാണ് ശുശ്രൂഷകർ? സമൂഹം മുഴുവനുമാണ് ശുശ്രൂഷകർ. ഓരോരുത്തരും തൻ്റെ ധർമ്മത്തിനനുസരിച്ച്, എന്നാൽ എല്ലാവരിലും പ്രവർത്തിക്കുന്ന ആത്മാവിൻ്റെ ഐക്യത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. എല്ലാവർക്കും തങ്ങളുടെ ധർമ്മമുണ്ട്, എന്നാൽ ഈ ഐക്യത്തിൽ പങ്കുചേരുന്നു. ആരാധനാഘോഷങ്ങളിൽ ഒരു ധർമ്മം നിർവഹിക്കാനുള്ള ഓരോ വ്യക്തിയും, ശുശ്രൂഷകനായാലും അൽമായനായാലും, ആരാധനാക്രമത്തിൻ്റെ സ്വഭാവത്തിനും വിധികളും അനുസരിച്ച് തൻ്റെ ധർമ്മം മാത്രം അത് മുഴുവനായി നിർവഹിക്കണം. ഈ അവസാന വാചകം ശ്രദ്ധിക്കുക. ഓരോ വ്യക്തിയും, അത് ശുശ്രൂഷകനായാലും അൽമായനായാലും, 1144 ഞാൻ വായിക്കുന്നത്. അത് ശുശ്രൂഷകനായാലും അൽമായനായാലും
ആരാധനാക്രമത്തിൻ്റെ സ്വഭാവവും വിധികളും അനുസരിച്ച്, അതായത് ആരാധനാക്രമം എന്ത് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ കർമ്മവിധി എന്ന് പറയുന്നത്. അതനുസരിച്ച് അതിൻ്റെ സ്വഭാവം അനുസരിച്ച് തൻ്റെ ധർമ്മം മാത്രം നിർവഹിക്കണം. എന്ന് വെച്ചാൽ അച്ഛൻ ചെല്ലുന്ന പ്രാർത്ഥനകൾ ഒരു രസത്തിന് ഇരിക്കട്ടെ ഞാനും കൂടെ ചെല്ലിയേക്കാമെന്ന് ഒരാൾ വിചാരിക്കേണ്ടതില്ല. അത് ചെയ്യുന്നത് വഴിയല്ല കുർബാനയിൽ കൂടുതൽ പങ്കാളിത്തം ഉണ്ടാവുക. ഇനി അച്ഛൻ ഇങ്ങനെ വിചാരിക്കരുത്, ഓക്കെ ഈ പ്രാർത്ഥന കൊള്ളാലോ, ജനം കൂടി ഒരുമിച്ച് അങ്ങ് ചെല്ലുക കുറച്ചുകൂടെ നല്ലതല്ലേ, ഇപ്പം ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ കൈ കഴുകുന്നു. അത് കാർമ്മികൻ മാത്രം ചെല്ലാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു അച്ഛന് തോന്നുവാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കുന്നല്ലേ ചെല്ലുന്നത്, അപ്പം ഞങ്ങളെല്ലാം കൂടെ അങ്ങ് ചെല്ലുക നല്ലതല്ലേ. അങ്ങനെ ഒരു തോന്നൽ തോന്നിയിട്ട് അച്ഛൻ പറയാമെന്ന് വിചാരിച്ചോ, ഒരു കാര്യം ചെയ്യും, നമുക്ക് എല്ലാവർക്കും അതങ്ങ് ഒരുമിച്ച് ചെല്ലിയേക്കാം, നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഉറക്കെ ചെല്ലിക്കോ എന്ന് പറയാൻ പാടില്ല. കാരണം അതിന് വ്യക്തമായ അർത്ഥമുണ്ട്. എന്താണത്? കാർമ്മികൻ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണത്. അത് കൈ കഴുകുകയും തുടച്ചു നീക്കുകയും ചെയ്യും. ഈ കറകൾ തുടച്ചു നീക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാർമ്മികൻ അത് ചെയ്യുന്നത് ജനത്തിന് വേണ്ടിയാണ്. മിശിഹ ദൈവജനത്തിൻ്റെ പാപങ്ങൾ തന്നിലേറ്റെടുത്ത് അത് തൻ്റെ ബലിയിലൂടെ കഴുകിയതുപോലെ ഈ കാർമ്മികനാകുന്ന പുരോഹിതൻ ദൈവജനത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് മധുബഹയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ അവിടെ വെച്ച് കരങ്ങൾ കഴുകുകയും ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം പരിഹാര കർമ്മം നിർവഹിക്കുകയും ചെയ്യുന്നതാണത്. അതിനെ ഒരു ഭംഗിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് ജനത്തെ കൊണ്ട് മുഴുവൻ പ്രാർത്ഥിപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കി. അത് നമ്മുടെ തോന്നലുകൾക്കനുസരിച്ച് നമ്മുടെ മനോധർമ്മത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിച്ച് എല്ലാവർക്കും ഒരു പങ്കാളിത്തമൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കാനുള്ളതല്ല. ദൈവജനത്തിൻ്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് എല്ലാത്തിനകത്തും അവരെ പങ്കാളിയാക്കുന്നു എന്ന് പറയുന്നതല്ല. അത് അനുചിതമാണ്. എന്നാൽ അവർക്കുള്ള റോളുകൾ അവർ കളയാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു മൃതസംസ്കാര ശുശ്രൂഷയാണെന്ന് വിചാരിച്ചു. അതിനകത്ത് ഒരു പ്രാർത്ഥനയുണ്ട്. നാളിതുവരെ എനിക്ക് തന്ന ദേവാലയമേ ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു, എനിക്ക് ആത്മീയ ശുശ്രൂഷ നൽകിയ പുരോഹിതരായി ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ വിടവാങ്ങൽ ഒരു പ്രാർത്ഥനയുണ്ട് അതിനകത്ത്. പ്രാർത്ഥന എന്നതിനേക്കാൾ ഒരു പ്രാർത്ഥനയാണ്. ചിലപ്പോഴൊക്കെ അച്ഛന്മാർ കയറി ചെല്ലാറുണ്ട്, പുരോഹിതരെ ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അച്ഛൻ ചൊല്ലി എങ്ങനെ ഇരിക്കും? അത് ആ മരിച്ച ആൾക്ക് വേണ്ടി അവരിൽ ഒരാൾ ചെല്ലുന്നതാണത്. അത് അവർ ചെല്ലണം അത്. അതുപോലെ ശുശ്രൂഷികൾ ചെല്ലേണ്ടത് കാർമ്മികൻ കയറി ചെല്ലേണ്ടതില്ല. അത് ശുശ്രൂഷികൾക്ക് ചെല്ലാനായിട്ട് കൊടുക്കണം. അങ്ങനെ അവരുടെ റോളിനെ മാനിക്കാനുള്ള കടമ അച്ഛനുണ്ട്. അതുപോലെ തന്നെ മറുവശത്തും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി എന്ന് ചെല്ലുന്നത് കാർമ്മികനാണ്. അപ്പം ഞങ്ങളുടെ അത് ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് മാറ്റി എല്ലാവരും കൂടി അങ്ങ് ചെല്ലിയേക്കാം എന്ന് കരുതേണ്ട ആവശ്യമില്ല. അതിൻ്റെ കർമ്മവിധി എന്താണോ അതനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. കാരണം അതാണ് തിരുസഭ നമുക്ക് തരുന്നത്. നമുക്കിഷ്ടമുള്ള പോലെ നമ്മളുണ്ടാക്കിയെടുക്കുന്നൊരു കുർബാനയല്ലല്ലോ നമ്മൾ അർപ്പിക്കുന്നത്, അത് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതാണ്. വി ഹാവ് റിസീവ്ഡ് ഇറ്റ്. അതുകൊണ്ട് അതങ്ങനെ തന്നെ അർപ്പിക്കണം. ഇനി ധർമ്മം മാത്രം നിർവഹിക്കണമെന്നല്ല, അടുത്ത ഒരു കോമേറ്ററി കാര്യമുണ്ട്, അത് മുഴുവനായി നിർവഹിക്കണം. കാർമ്മികൻ തൻ്റെ ധർമ്മം മുഴുവനായി നിർവഹിക്കണം. ഗായക സംഘം തങ്ങളുടെ ധർമ്മം മുഴുവനായി വായനക്കാർ തങ്ങളുടേത് മുഴുവനായി, ഡീക്കന്മാർ തങ്ങളുടേത് മുഴുവനായി നിർവഹിക്കണം. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇത് ഇത്രയും പറയുമ്പം അടുത്ത സമയത്ത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ എക്സോപ്രെ അതിനെക്കുറിച്ച് പറയാം. ഇന്ന് ഇതിനകത്ത് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് ലൂമൻ ജൻസിയത്തിൽ വത്തിക്കാൻ കൗൺസിലിനകത്ത് ലൂമൻ ജൻസിയത്തിലെ 34-ാമത്തെ ഭാഗത്തിൽ ഈ അൽമായരുടെ പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം കൂടി ഈ സമയത്ത് കൂട്ടിച്ചേർത്ത് പറയേണ്ടതാണ്. ഒരു ചെറിയ പാരഗ്രാഫാണ്, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിങ്ങനെയാണ്: ഈശോ സ്വജീവനിലും അൽമായരുടെ പൗരോഹിത്യ ദൗത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത്യുന്നത നിത്യപുരോഹിതനായ ഈശോ മിശിഹ അൽമായർ വഴിയായും തൻ്റെ സാക്ഷ്യവും ദൗത്യവും ശുശ്രൂഷയും തുറന്നുകൊണ്ടു പോകാൻ ആഗ്രഹിച്ചതിനാൽ അവരെ തൻ്റെ ആത്മാവിൽ ജീവിപ്പിക്കുകയും നല്ലതും പൂർണ്ണവുമായ എല്ലാ പ്രവൃത്തികളിലും ഇടപെടാതെ പ്രേരിപ്പിക്കുകയും ചെയ്തു. നല്ലതും പൂർണ്ണവുമായ എല്ലാത്തിലും അവർ പങ്കാളികളാകും. ഈശോ സ്വജീവനിലും ദൗത്യത്തിലും അവഗാഢം ബന്ധിപ്പിക്കുന്ന അവർക്ക്, അൽമായർക്ക്, ദൈവം മഹത്വപ്പെടേണ്ടതിനും മനുഷ്യ രക്ഷിക്കപ്പെടേണ്ടതിനുമായി ആത്മീയ ആരാധന ചെയ്യുന്നതിന് തൻ്റെ പുരോഹിത ജോലിയിൽ ഭാഗഭാഗിത്വം പരമേൽപ്പിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അൽമായ സമൂഹത്തിന് ആത്മീയ ആരാധന ചെയ്യുന്നതിന് തൻ്റെ പുരോഹിത ജോലിയിൽ ഭാഗഭാഗിത്വം പരമേൽപ്പിക്കുന്നു. 2 വാക്കുകൾ ശ്രദ്ധിക്കുക. അവരർപ്പിക്കുന്ന ആരാധന ഏതാണ്? ആത്മീയ ആരാധനയാണ്. പുരോഹിതർ അർപ്പിക്കുന്ന ആരാധന ഏതാണ്? അത് അടയാളങ്ങളും പ്രതീകങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആരാധനയാണ്.
പരിശുദ്ധ കുർബാനയിൽ ഈശോ മിശിഹായുടെ ശരീരരക്തങ്ങളാകുന്ന അപ്പവും വീഞ്ഞും ഉപയോഗിച്ചുകൊണ്ടുള്ള ആരാധനയാണെങ്കിൽ, ദൈവജനവും ഈ ആരാധന അർപ്പിക്കുന്ന പുരോഹിതരാണ്. അവരർപ്പിക്കുന്ന ആരാധന എന്താരാധനയാണ്? ആത്മീയ ആരാധനയാണ്. ഇനി അതെങ്ങനെയാണ് അവർ നിർവഹിക്കുന്നത്? ഇക്കാരണത്താൽ അൽമായർ കർത്താവിൽ നിയുക്തരും പരിശുദ്ധാത്മാവിൽ അഭിഷിക്തരുമായി. രണ്ട് കാര്യമുണ്ട്. ഈശോയാണ് അവരെ നിയോഗിക്കുന്നത്, രണ്ട് പരിശുദ്ധ റൂഹ തന്നെയാണ് അവരെ അഭിഷേകം ചെയ്യുന്നത്. അഭിഷിക്തരുമായി നിരന്തരം കൂടുതൽ സമർത്ഥമായി ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതിനായി അത്ഭുതകരമായ വിധത്തിൽ വിളിക്കപ്പെടുകയും സജ്ജീകൃതരാക്കുകയും ചെയ്യുന്നു. അവരെ അൽമായരെ വിളിക്കുകയും സജ്ജീകൃതരാക്കുന്നു. 34-ാമത്തെ പാരഗ്രാഫാണ് ലുമിനൻസിയം. എന്തുകൊണ്ടെന്നാൽ അവരുടെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും ശൈഹിക പരിശ്രമങ്ങളും വൈവാഹികവും കുടുംബപരവുമായ ജീവിതവും അനുദിന ജോലികളും മാനസികവും ശാരീരികവുമായ വിശ്രമവും എല്ലാം ആത്മാവിൽ അനുഷ്ഠിക്കപ്പെടുന്നെങ്കിൽ എന്നല്ല, ക്ഷമയോടെ സഹിക്കുന്ന ജീവിത ക്ലേശങ്ങൾ പോലും ഈശോ വഴി ദൈവത്തിന് സ്വീകാര്യമായ ആത്മീയ ബലികളായി മാറുന്നു. കാർമ്മികൻ അൾത്താരയിൽ അർപ്പിക്കുന്ന ബലി പോലെ ആത്മായ ജീവിതം അനുദിന ജീവിതത്തിൽ അർപ്പിക്കുന്ന ബലിയുണ്ട്. തങ്ങളുടെ ജീവിത ബലി എന്ന് പറയുന്ന ഒരു ബലിയുണ്ട്. അതൊട്ടും ചെറുതല്ല, അതൊരിക്കലും സെക്കൻഡറി അല്ല, നിസ്സാരമല്ല. അതാണ് ഈ ആത്മീയ ബലി. ഇതെന്തിനകത്തൊക്കെയാണ്? ഞാൻ എണ്ണി അത് വായിക്കാം. 1, അവരുടെ എല്ലാ പ്രവൃത്തികൾക്കും അകത്തുണ്ട്. 2, അവരുടെ പ്രാർത്ഥനകൾ, കുടുംബ പ്രാർത്ഥന ഉൾപ്പെടെയുള്ളതൊക്കെ ഒരർത്ഥത്തിൽ അവരുടെ പൗരോഹിത്യത്തിൻ്റെ ബലിയർപ്പണ ഭാഗഭാഗങ്ങളാണ്. വീട്ടിലെ കുടുംബ പ്രാർത്ഥന, യാമപ്രാർത്ഥനകൾ അർപ്പിക്കൽ, ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. അടുത്തത് മെത്രാന്മാരോടും പൗരോഹിത്യത്തോടും ചേർന്നുള്ള സഹായ ശുശ്രൂഷകൾ, വൈവാഹികവും കുടുംബപരവുമായ ജീവിതം, കുടുംബജീവിതം. അതൊരു കൂദാശയുടെ ജീവിതമാണ്. കുടുംബജീവിതം എന്ന് പറഞ്ഞ ഒരു കല്യാണം കഴിച്ചാൽ ചുമ്മാ ഒരു ജീവിതമല്ല. പകരം അവർ സ്വീകരിക്കുന്ന ഒരു പൗരോഹിത്യം എന്ന കൂദാശ പോലെ തന്നെ അവർ സ്വീകരിക്കുന്നത് ഒരു കൂദാശയാണ്. വിവാഹം എന്ന പരിശുദ്ധ കൂദാശയാണ്. അതുകൊണ്ട് ആ ജീവിതം കൗദാശിക ജീവിതമാണ്. കൂദാശയുടെ ജീവിതമാണ്, കൗദാശിക ജീവിതമാണ്. അതുകൊണ്ടാണ് ആ കൗദാശിക ജീവിതത്തിന് അവരുടെ ബലിയുമായി ബന്ധമുള്ളത്, അവരുടെ ബലിയർപ്പണവുമായി ബന്ധമുള്ളത്. എല്ലാ പ്രവൃത്തികളും കുടുംബപരമായ ജീവിതവും. അടുത്തത് അനുദിന ജോലികൾ ഇതിൻ്റെ ഭാഗമാണ്. നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ജോലികൾ, അവയുടെ ക്ലേശം, അവ ബലിയർപ്പണത്തിൻ്റെ ഭാഗമാണ്. ജോലികളും മാനസികവും ശാരീരികമായ വിശ്രമം പോലും ഈ ബലിയർപ്പണത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് വിശ്രമത്തെ ഒരു മോശം കാര്യമായി കരുതി, അല്ലെങ്കിൽ വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടൊക്കെ വിശ്രമവും എല്ലാം അവ വെറുതെ ഒന്നും ആവത്തില്ല. അവ ആത്മാവിൽ അനുഷ്ഠിക്കുന്നെങ്കിൽ പ്രാർത്ഥനാപൂർവം ഈ രാജകീയ പൗരോഹിത്യത്തിൻ്റെ സ്മരണയിൽ ശ്രദ്ധാപൂർവം ആദരവോടെ ഒരു ബലിയായി അത് അർപ്പിക്കുന്നെങ്കിൽ എന്നല്ല, ക്ഷമയോടെ സഹിക്കുന്ന ജീവിതക്ലേശങ്ങൾ പോലും, വലിയ ക്ഷമയോടെ ഏറ്റെടുക്കുന്ന അനുദിന ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ പോലും ഈശോ വഴി ദൈവത്തിന് സ്വീകാര്യമായ ആത്മീയ ബലികളായി മാറുന്നു. നമ്മൾ അനുഭവിക്കുന്ന ആത്മായ ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, സഹനങ്ങൾ, അവയും ദൈവത്തിന് അർപ്പിക്കുന്ന ബലികളാണ്. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ പീഡകളോട് അവ ചേർത്ത് വയ്ക്കപ്പെടും. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് അവസാനിക്കുകയാണ്: അൽമായർ ആരാധകരെന്ന നിലയിൽ എല്ലായിടത്തും വിശുദ്ധമായി ജീവിച്ചുകൊണ്ട് ലോകത്തെ തന്നെ ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്നു. അൽമായ സമൂഹം നടത്തേണ്ട ഒരു പ്രതിഷ്ഠാകർമ്മമുണ്ട്. എങ്ങനെയാണത്? ഈ ലോകത്തിൽ വിശുദ്ധരായി ജീവിച്ചുകൊണ്ട് ഈ ലോകത്തെ വിശുദ്ധീകരിക്കുക. ഈ ലോകത്തെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് സമർപ്പിക്കാനുള്ള അൽമായ ജീവിതത്തിൻ്റെ ദൗത്യം വിശുദ്ധരായി ജീവിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സഭയ്ക്കായിട്ട് കൂട്ടിച്ചേർത്ത് പറയും, ചിലപ്പം പൗരോഹിത്യ ശുശ്രൂഷകളുടെ അഭാവത്തിൽ ചില പ്രത്യേക ധർമ്മങ്ങൾ നിർവഹിക്കാൻ അൽമായരെ സഭയ്ക്ക് നിയോഗിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് വൈദികർ ഒട്ടുമില്ലാത്തൊരു സ്ഥലത്ത് പരിശുദ്ധ മാമോസ കൊടുക്കാൻ അവർ നിയോഗിക്കാം. ഇനി കുർബാനയർപ്പണം ഇല്ലാത്ത ഒരു സ്ഥലത്ത് വേർഡ് ഓഫ് ഗോഡ് പരികർമ്മം ചെയ്യാനും, എന്ന് പറഞ്ഞാൽ കുർബാനയ്ക്ക് ഒരുക്കമായ പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ഒരുക്കമായ ശുശ്രൂഷ സഭ നൽകുന്നത്, അതിന് നേതൃത്വം വഹിക്കാനും എന്നിട്ട് കുർബാന സ്വീകരണം നടത്തിക്കാനും ഒക്കെ അൽമായരെ നിയോഗിക്കാം. അതിനെക്കുറിച്ചാണ് വിശുദ്ധ ശുശ്രൂഷകരുടെ അഭാവത്തിലും 35-ാമത്തെ പാരഗ്രാഫാണ്. അഭാവത്തിലും ചില സമയങ്ങളിലൊക്കെ മർദ്ദന ഭരണത്താൽ അവർ തടയപ്പെടുമ്പോഴും, ചിലപ്പോൾ ഈ എന്താ പറയുക, നമ്മൾ ഈ സഭ പണ്ട് കാലത്തൊക്കെ ഈ മർദ്ദനത്തിൻ്റെ കീഴിലായിരുന്നത് പോലെ സാഹചര്യങ്ങളിലൊക്കെ ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ അൽമായർ ചിലരെയൊക്കെ ചില വിശുദ്ധ കർമ്മങ്ങൾ കഴിവിനൊത്ത് നിറവേറ്റാൻ സഭ നിയോഗിക്കാറുണ്ട്.
അവരുടെ ശക്തിയും ഉപയോഗിച്ച് ഈ ശുശ്രൂഷകൾ അവർ അധ്വാനിക്കുന്നുമുണ്ട്. എന്നിരിക്കലും എല്ലാവരും തന്നെ ഈ ലോകത്തിൽ മിശിഹായുടെ രാജ്യത്തിൻ്റെ വ്യാപനത്തിനും വളർച്ചയ്ക്കും വേണ്ടി സഹകരിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് തിരുസഭ ഈ അൽമായരുടെ ദൗത്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിന്ന് സമയം അങ്ങനെ കടന്നതുകൊണ്ട് പറയേണ്ട മറ്റൊരു വിഷയം അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. എനിക്ക് 2-3 വിഷയമുണ്ട്. നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ സുവിശേഷം വായനയ്ക്കുമുള്ള ഗാനം ഹല്ലേലൂയ ഗീതമാണ് പാടുന്നതാണ് കൂടുതൽ ഉചിതം. ഈ എഴുതിയ നിലവിലെ വ്യക്തിയാണ് നമ്മുടെ ഗാനമാലയ്ക്ക് കേൾക്കും. അത് സാധാരണ വാർത്താക്രമത്തിലാണ് അത് ഈ 2 ഭാഗങ്ങൾ പാടുന്നത്. ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എഴുതിയ നിലവിലെ വ്യക്തനും വിശ്വാസിയുടെ കേൾക്കും എന്നുള്ള ഒരു പാട്ടുകൾ പാടുന്നത് ഞാൻ ഉചിതമാണോ എന്ന് അതൊന്ന് കറക്റ്റ് ചെയ്ത് തരുമോ? അതായത് ഒന്നാമത്തേത് ഈ റാസാക്രമത്തിലെ തുർഗാമകൾ അവ പ്രബോധന ഗീതങ്ങളാണ്, പ്രബോധന വ്യാഖ്യാന ഗീതങ്ങളൊക്കെയാണ്. അപ്പം അവ കുറേ കൂടെ എന്താ പറയുക സുവിശേഷ വ്യാഖ്യാനപരമാണ് എന്നാണ് അതിൻ്റെ കാര്യം. ഇനി ഈ ഹല്ലേലൂയ ഗീതം ആലപിക്കുന്നത് കുറേ കൂടെ പ്രദക്ഷിണ കേന്ദ്രീകൃതമാണ്. അതായത് സുവിശേഷ പ്രദക്ഷിണം, ഈശോ മിശിഹ ഭൂമിയിലേക്ക് എഴുന്നള്ളി വരുന്നതിൻ്റെ ആ പ്രദക്ഷിണത്തിന് സമയത്ത് നടക്കുന്നതാണ് ഈ ഹല്ലേലൂയ ഗീതമൊക്കെ. അപ്പം ഇതിലേതായിരുന്നാലും പരിശുദ്ധ കുർബാന മധ്യേ തക്സ അനുവദിക്കുന്ന ഗീതങ്ങൾ അതിൻ്റെ ഉചിതമായ സ്ഥലത്ത് അത് ഏതാണോ ഗാനം ആലപിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഞാനിതിങ്ങനെ പറയാൻ കാരണം 3 റീത്തുകളെയും ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് പറഞ്ഞത്. ഏതാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനോടുള്ള വിശ്വസ്തതയാണ് ഏറ്റവും ഉചിതം. എന്നാൽ അതേസമയം തന്നെ അതിന് പകരമായി ഇപ്പോൾ ചിലപ്പോൾ അനുബന്ധത്തിലുള്ള ചില പാട്ടുകൾ പാടാമെന്ന് കൊടുത്തിട്ടുണ്ടാവും. അനുബന്ധം എന്ന് പറഞ്ഞാൽ അനുബന്ധത്തിനകത്ത് കൊടുത്തിരിക്കുന്നു പറഞ്ഞാൽ അത് സെക്കൻഡറി ഓപ്ഷനാണ്. ഇപ്പോൾ വല്ലപ്പോഴും ഇടയ്ക്കൊന്ന് മാറി പാടുകയൊക്കെ ചെയ്യാൻ വേണ്ടി അനുവാദമുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. റാസ കുർബാനയിലാണെങ്കിൽ ഇത് രണ്ടും എക്സാക്ട്ലി സെയിം അല്ല, എന്നാലും ഇടയ്ക്ക് മാറി പാടുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് രണ്ടും ഉള്ളതുകൊണ്ട് അവ ആലപിക്കാവുന്നതാണ് എന്ന് മാത്രമേ ഇപ്പോൾ പറയേണ്ട ആവശ്യമുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീട് നമ്മുടെ കുർബാന ഒരിക്കൽ ശുശ്രൂഷയിൽ പാടുന്ന പാട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ശുശ്രൂഷ മുമ്പായിട്ട് പാടുമ്പോൾ തിരുമയും നിണവും ഇത് സമർപ്പിക്കുന്നൊരു പാട്ട്. കർത്താവ് ഞാൻ ദൃഢമായി ശരണപ്പെട്ടു എന്ന ആ പാട്ട് തിരുമയും നിണം. ഇത് തിരുമയി ആകുന്നതിന് മുമ്പ് തന്നെ തിരുമയും നിണവും ശരീരവും എന്നുള്ളത് എങ്ങനെയാണത് വരുന്നതിനെ കുറിച്ച് വ്യക്തമാക്കാമോ? അത് തിയോളജിക്കൽ നോഷനാണ്. ഞാൻ പിന്നീട് സമയത്ത് അതിനെക്കുറിച്ച് വിശദീകരിക്കാം. എന്നാൽ പോലും പെട്ടെന്ന് പറയാം. അതായത് ഒരു പ്രീ റിയലൈസേഷനാണത്. അതായത് തിയോളജിക്കലി ഇത് ഈശോ മിശിഹായുടെ ഇപ്പം അത് 2 സ്ഥലത്ത് കാണും. നമ്മൾ പാടുമ്പോൾ അത് കേൾക്കും. ഇനി അച്ഛൻ സിറോ മലബാർ ക്രമത്തിലൊക്കെ ആണെങ്കിൽ കാസയിലേക്കും പിലാസയിലേക്കും തിരുശരീര രക്തങ്ങൾ എടുത്ത് പകർത്തുമ്പോൾ മിശിഹായുടെ ശരീരം വയ്ക്കപ്പെടുന്നു എന്നാണ് ചെല്ലുന്നത്. മിശിഹായുടെ ശരീരമാകാനുള്ള അപ്പം വയ്ക്കപ്പെടുന്നു എന്നല്ല, ശരീരം വയ്ക്കപ്പെടുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ അത് മുന്നേ അവയെ യാഥാർത്ഥ്യമായി കാണുകയാണ്. അവ അല്പസമയത്തിനുള്ളിൽ ഈശോയുടെ ശരീരരക്തങ്ങളാകും എന്നറിയാവുന്ന ആരാധനാ സമൂഹം വെറും അപ്പമായിട്ടല്ല അവയെ സ്വീകരിക്കുന്നത്, പകരം ഈശോയുടെ ശരീരമായി മാറാൻ പോകുന്ന അപ്പം എന്ന അറിവോടുകൂടെ കാലാതീതമായി സമയത്തിന് അതീതമായ, നമ്മൾ പിന്നീട് സമയത്തെക്കുറിച്ച് പറയുമ്പോൾ സമയത്തിന് അതീതമായ ഒരു രഹസ്യമാണ് ഇവിടെ പരികർമ്മം ചെയ്യപ്പെടാൻ പോകുന്നത് എന്നുള്ള ധ്വനിയൊക്കെ ഓർക്കാൻ, അത് പങ്കുവെക്കാനൊക്കെ ആയിട്ടാണ് മിശിഹാ കർത്താവിൻ തിരുമൈ നിണവും ഇതാ എന്ന് പാടുന്നതും ഇത് മിശിഹായുടെ ശരീരം വയ്ക്കപ്പെടുന്നതും ഒക്കെ. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ടേമൊക്കെ ഞാൻ പിന്നീട് അടുത്തൊരു ക്ലാസ്സിൽ അത് പറയുന്ന സമയത്ത് അത് കൂട്ടിച്ചേർത്ത് പറഞ്ഞോളാം. അച്ഛാ, ഇതിൽ 2 വിഷയങ്ങളുണ്ട്. ഇന്ന് ലേഖന റീഡിങ്സിനെ പറ്റിയിട്ടുള്ളത്. ആ റീഡിങ്സ് എന്ന് പറയുമ്പോൾ സാധാരണ മിഷൻ രൂപതകളിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ കുട്ടികൾക്ക് നമ്മൾ റീഡിങ്സ് കൊടുക്കുമ്പോൾ അതിൽ മംഗ്ലീഷിൽ എഴുതിയിട്ട് ആ ഷീറ്റ് ആ പേപ്പർ കൊണ്ടുവന്ന് ബൈബിളിൽ വെച്ച് വായിക്കുന്നുണ്ട് അച്ഛാ. ഒരു വിഷയം അതങ്ങനെ ചെയ്യാമോ? നമ്മള് കുട്ടികൾക്ക് മംഗ്ലീഷ് നമുക്ക് വേറൊരു മാർഗവും ഇല്ലാത്തപ്പോൾ അങ്ങനെ ചെയ്യാം, സ്വാഭാവികമായിട്ട് ചെയ്യാം. അതിന് കുഴപ്പമില്ല. അത് വിശുദ്ധ വചനമാണല്ലോ വായിക്കപ്പെടുന്നത്, വചനം വായിക്കപ്പെടുക എന്നേ ഉള്ളൂ. അച്ഛാ സ്തുതിയായിരിക്കട്ടെ. എനിക്ക് 2-3 ചോദ്യങ്ങൾ ആദ്യത്തെ ഭാഗത്തിൽ നിന്നാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, മാർപ്പാപ്പയുടെ തെറ്റാവരത്തെ കുറിച്ച് എപ്പോഴെങ്കിലും അച്ഛൻ പറയുന്നു വിശ്വസിക്കുന്നു. അത് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. പിന്നെ രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ അച്ഛൻ പറഞ്ഞല്ലോ ഈ മെത്രാൻ സംഘത്തിന്റെ പിൻഗാമി. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ ചില ക്രിസ്ത്യൻ സമൂഹങ്ങളൊക്കെ പറയുന്നുണ്ട് ഞങ്ങള് ഇന്നൊരാളുടെ കീഴാണ്. അതായത് ഒരു ഉദാഹരണത്തിന് ഞങ്ങൾ തോമാസ് ലീഗയുടെ
ആളുകളാണെന്ന് പറയുന്ന ഒരു സംഭവം, അത് ഒരു പൗലോസിന്റെയോ അപ്പോളോസിന്റെയോ എന്നതുപോലെയുള്ള ഒരു തെറ്റായ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു തെറ്റായ പ്രവണത അല്ലേ എന്നുള്ളതാണ്. ഇടയ്ക്ക് കയറി പറഞ്ഞു ഒന്ന് ഞാൻ വിട്ടു. ഒന്ന് തെറ്റാവരത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. മാർപ്പാപ്പയുടെ തെറ്റാവരം എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമല്ല, സെൻസുസ് ഫിദേയി എന്ന് പറയുന്ന കാര്യമാണ്. വിശ്വാസ സമൂഹത്തിൻ്റെ സഭയ്ക്ക് ഒന്നടങ്കം വിശ്വാസവും ധാർമ്മികതയും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തെറ്റു പറ്റുകയില്ല എന്നുള്ളതാണ്. കാരണം പരിശുദ്ധ റൂഹായാണ് സൈലമത്തിലുള്ള എല്ലാവരെയും അഭിഷേകം ചെയ്യുന്നത്. അതുകൊണ്ട് സഭയ്ക്കാണ് ഈ തെറ്റാവരമുള്ളത്. സഭയുടെ തെറ്റാവരമാണ് മാർപ്പാപ്പ എന്ന വ്യക്തി ഉപയോഗിക്കുന്നത്. അതാണ് അതിൻ്റെ കാര്യം. രണ്ടാമത്തേത്, ഈ തോമാസ് ലിഹായുടെ എന്ന് പറയാമോ, ഞാൻ പൗലോസിൻ്റെ ആളാണ് പത്രോസിൻ്റെ ആളാണെന്ന് പറയുന്ന പോലെയല്ലേ ഞങ്ങൾ തോമാസ് ലിഹയുടെ ആൾ അല്ല. അതായത് അതാകും എങ്ങനെയെന്നറിയാമോ, ഞങ്ങൾ തോമാസ് ലിഹയുടെ സഭയാണ്, തോമാസ് ലിഹയുടെ സഭയ്ക്ക് ഇനി പത്രോസിൻ്റെ സഭയോട് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് ശരിയാണ്. അല്ലെങ്കിൽ നമുക്ക് തോമാസ് ലിഹായ ഇപ്പോൾ ഭാരതത്തിലെ സഭയ്ക്ക് തോമാസ് ലിഹ അയച്ച കർത്താവിനെ ഓർക്കുകയും നമ്മുടെ സഭയുടെ പിതാവായ തോമാസ് ലിഹയുടെ സിംഹാസനം ഇതൊക്കെ ഓർക്കുകയും ചെയ്യുന്നത് ഉചിതമാണ്. മറ്റൊന്നിനെ നിഷേധിക്കും മാത്രമാണ് ഈ കുഴപ്പമുള്ളൂ. അവിടെ പൗലോസിൻ്റെ ആളാണ് അപ്പോളോസിൻ്റെ ആളാണെന്ന് പറയുമ്പം അവരുടെ വിഭാഗീയതയാണ്. ആ വിഭാഗീയത ഇല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് എപ്പോഴും ഉചിതമാണ്. വിഭാഗീയതയ്ക്ക് വേണ്ടി ചെയ്യരുത് മാത്രം. അത് താങ്ക് യു അച്ഛാ. അപ്പൊ അതിനെക്കുറിച്ച് ഈ തെറ്റാവരത്തെ കുറിച്ച് പറയുമ്പോൾ ഈ മുമ്പ് മാർപ്പാപ്പമാർ ഇതുപോലെ ചില കാര്യങ്ങൾ പറഞ്ഞതൊക്കെ പിന്നീട് തെറ്റായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ മാർപ്പാപ്പയുടെ തെറ്റാവരം എന്ന് പറയുന്നത്, മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യവും ഒരിക്കലും തെറ്റില്ല എന്നല്ല. പകരം വിശ്വാസവും ധാർമ്മികതയും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രണ്ട് കാര്യത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. വിശ്വാസവുമായി ധാർമ്മിക. ഇപ്പോൾ രാഷ്ട്രീയ കാര്യം മാർപ്പാപ്പ ഒരു കാര്യം പറഞ്ഞാൽ അതിന് തെറ്റാവരമൊന്നുമില്ല. മനസ്സിലായോ? ഇനി അത് രണ്ട് കാര്യം, ഫെയ്ത്ത് ആൻഡ് മൊറൽസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലായിരിക്കണം. രണ്ടാമതൊരു കണ്ടീഷനൂടെയുണ്ട്, ഇത് ഞാൻ തെറ്റാവരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചാലേ ആ തെറ്റാവരത്തിന് കീഴിൽ വരത്തുള്ളൂ. അല്ലാതെ മാർപ്പാപ്പ പറഞ്ഞ എല്ലാ കാര്യം വരത്തില്ല. ഒരു ചോദ്യം കൂടിയുണ്ട്. അതായത് ഈ എന്തെങ്കിലും കാരണവശാല് വിലക്ക് കൽപ്പിച്ചിരിക്കുന്ന വൈദികൻ, ഓക്കെ, പല കാരണങ്ങളും, പക്ഷെ അദ്ദേഹം നിത്യപുരോഹിത പെർപെച്വൽ പ്രീസ്റ്റ്ഹുഡിലെ ഭാഗമാണ്. അപ്പൊ അദ്ദേഹം പേഴ്സണൽ ആയിട്ട് മാസ് അർപ്പിക്കാമല്ലോ. ഒരു ഉദാഹരണത്തിന് കുർബാന വിലക്കിയിട്ടുള്ള ഒരു വൈദികൻ സ്വന്തം പേഴ്സണൽ ഇല്ല. അപ്പൊ അതിനർത്ഥം അത് അസാധുവാണ്. അങ്ങനെയാണെങ്കിൽ അസാധുവല്ല, അത് ദൈവം സ്വീകരിക്കില്ല. മാത്രമല്ല അത് അദ്ദേഹത്തിന്റെ കൂടുതൽ ശിക്ഷാവിധി കാരണമായി തീരുകയും ചെയ്യും. ഒന്നാമതൊരു തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ നിയമം പോലെ ശിക്ഷിക്കാറ്. അതും കൂടെ വയലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന അതിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ളതായി മാറും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മാറ്റി നിർത്തി ഇനി പബ്ലിക്കായിട്ട് കുർബാന അർപ്പിക്കരുത് എന്ന് പറഞ്ഞാണ് മാറ്റി നിർത്തിയിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് അത് പറ്റും. ചിലപ്പോൾ ഒരു പബ്ലിക് സ്കാൻഡലിൻ്റെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് സഭയ്ക്ക് ചിലപ്പോൾ അങ്ങനെയും നൽകാം. പബ്ലിക്കായിട്ട് പ്രൈവറ്റ് മാസ് മാത്രം ചില അനുവാദമുള്ളൂ എന്ന് പറഞ്ഞ് മെത്രാൻ വെച്ചാൽ അങ്ങനെ അത് ചെയ്യാം. അങ്ങനെ അല്ലാത്ത സാഹചര്യത്തിൽ ബാൻ ചെയ്തിരിക്കുന്ന ഒരു പുരോഹിതന് അങ്ങനെ ഒന്ന് മാത്രമായിട്ട് സ്വകാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചത് കൂട്ടായ്മയെ കുറിച്ചാണ്. അപ്പം ചിലത് ആദ്യം കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ എനിക്കൊരു സംശയമുള്ളത്, എങ്ങനെയാണ് ഈ കൂട്ടായ്മ എന്നുള്ളത്? അച്ഛൻ എന്ന് പറഞ്ഞതിനകത്ത് അനുസരണമായിരുന്നു പറഞ്ഞിരുന്നത്, മെയിൻ ആയിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ കൂട്ടായ്മ നിലനിൽക്കാൻ വേണ്ടി ജനങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥനയും കുദാശകളിലൂടെ അങ്ങനെ മാത്രമാണോ, അതോ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുണ്ടോ? ഇനി കൂട്ടായ്മയിൽ നിന്നും മാറിപ്പോകാനുള്ള സാഹചര്യം ഏതാണ്? ആരുടെ കാര്യം ചോദിക്കുന്നത്? ഏതെങ്കിലും സാഹചര്യത്തിൽ മാറിപ്പോയാൽ എങ്ങനെ തിരികെ എത്തും കൂട്ടായ്മ? ആരുടെയും ആണോ അതോ വൈദികരെ കുറിച്ചാണ്? ഓക്കെ, അത് പറയാൻ ഒത്തിരിയുണ്ട്. എന്നാൽ ഞാൻ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടെണ്ണം പറയാം. ദൈവജനത്തിൻ്റെ കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂട്ടായ്മയുടെ കൂദാശയാകുന്ന വിശുദ്ധ കുർബാനയാണ്, കമ്മ്യൂണിയൻ. അതുകൊണ്ട് ഹോളി കമ്മ്യൂണിയൻ എന്ന് വിളിക്കുന്നത് പരിശുദ്ധ കുർബാനയാണ്. അപ്പോൾ അതുകൊണ്ട് കുർബാനയാണ് അവരെ ഒരുമിപ്പിക്കുന്ന ഘടകം. അപ്പോൾ അതുകൊണ്ട് ആ പരിശുദ്ധ കുർബാന അർത്ഥപൂർണ്ണമായി അർപ്പിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്താൽ അത് അതിൽ തന്നെ കൂട്ടായ്മയുടെ ആധാരമാണ്. രണ്ടാമത് കൂട്ടായ്മയെ നിലനിർത്തുന്നത് ഏക നേതൃത്വമാണ്. അതായത് ഒരു ശിരസ് ഉണ്ടായിരിക്കുന്നുള്ളതാണല്ലോ ശരീരം ഒരുമിച്ച് ക്രോഡീകരിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ആധാരം, അല്ലേ? ഒരു ശിരസ് ഒരു കമാൻഡ് ഉള്ളതുകൊണ്ട്. അപ്പം ഇത് സഭയ്ക്കും ആപ്ലിക്കബിളാണ്. ഒരു ശിരസ്, ഒരു നേതൃത്വം, ഒരു കമാൻഡ്. ഇപ്പോൾ തലച്ചോറ് കൊടുക്കുന്ന ഒരേ കൽപ്പന ആയതുകൊണ്ട് നമുക്ക് നടക്കാനൊക്കെ പറ്റുന്നത്. തലച്ചോറ് 2 കൽപ്പന കൊടുത്തുകൊണ്ടിരുന്നാൽ ആകെ ഉരുണ്ടടിച്ച് വീഴ്ത്തേ ഉള്ളൂ. അപ്പം ഒരു നിയമം, ഒരു നേതൃത്വം, ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നേതൃത്വവും നിയമവും മാനിക്കപ്പെടുന്നിടത്തെ കൂട്ടായ്മ നിലനിൽക്കുകയുള്ളൂ. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് സ്നേഹമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ദൈവത്തോടുള്ള സ്നേഹം, കൂട്ടായ്മയോടുള്ള സ്നേഹം ഇതാണ്. ഇനി ഇതിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നത് ഒത്തിരി തരത്തിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ
ഏറ്റവും പ്രധാനമായ ആരാധനാക്രമമാണ്. അതിനോട് ചേർന്ന് പോകുന്ന മറ്റ് ആക്ടിവിറ്റീസ്, അജപാലന പ്രവർത്തനങ്ങൾ, ഇവയൊക്കെ നമ്മളെ കൂട്ടായ്മയെ വളർത്തുന്ന ഘടകമാണ്. ഇനി കൂട്ടായ്മയെ തടയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒറ്റ കാര്യം പറയേണ്ടതുള്ളൂ, അത് വിഭാഗീയതകളാണ്. എൻ്റെ ആശയം, ഞങ്ങളുടെ ആശയം, അതിനുവേണ്ടി ഞങ്ങൾ എന്തും ത്യജിക്കും. ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, ഞങ്ങളുടെ ആശയം പിടിച്ചു കിട്ടാൻ വേണ്ടി, അതിപ്പോൾ കുർബാനയായാലും മറ്റെന്തായിരുന്നാലും ശരി, ഞങ്ങൾ നിഷേധിക്കുമെന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ കൂട്ടായ്മ എന്ന് പറയുന്ന കാര്യത്തെ സ്വകാര്യമായ നിലപാടുകളേക്കാൾ വലുതായി കാണാൻ പറ്റണം. സ്വന്തം നിലപാടുകളേക്കാൾ വലുതായി സഭയുടെ പൊതു ലക്ഷ്യങ്ങളെ, പൊതു തീരുമാനങ്ങളെയൊക്കെ കാണാൻ പറ്റണം. അതൊരു പുണ്യം എന്നതിൻ്റെ അപ്പുറത്ത് ബേസിക്കലി ഒരു പാർലമെൻ്ററി കോമൺ സെൻസ് ആണത്, അല്ലേ? ഒരു ചർച്ച നടക്കുമ്പോൾ പലരും പല അഭിപ്രായങ്ങളും പറയും. അവസാനം ഒരു തീരുമാനം എടുത്താൽ എല്ലാവരും ഇത് അംഗീകരിക്കുക എന്നുള്ളത് ഒരു കോമൺ സെൻസാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ധാരണ പോലും ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു ചർച്ച കഴിഞ്ഞു പല അഭിപ്രായങ്ങൾ പറഞ്ഞവരെല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളുള്ള 10 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് അവസാനിച്ചാൽ അതിന് ചർച്ച എന്ന് വിളിക്കത്തൊന്നുമില്ല. അപ്പം ഒരു സിനഡാലിറ്റി എന്ന് പറയുന്നത് അതാണ്. ആദ്യത്തെ സിനഡ് അപ്പോസ്തല പ്രവർത്തനം 15-ാം അധ്യായത്തിൽ പറഞ്ഞ സിനഡിൻ്റെ കാര്യം ഓർത്ത് നോക്കിയേ. പത്രോസിന് ഒരു നിലപാടുണ്ടായിരുന്നു, പരിച്ഛേദനം വേണമെന്ന്. പൗലോസിന് പരിച്ഛേദനം വേണ്ടാന്ന നിലപാടുണ്ടായിരുന്നു. അവർ ചർച്ച ചെയ്തു, രണ്ടുപേരും അവരുടെ വശങ്ങൾ ശക്തമായി പറഞ്ഞു. അവസാനം അവർ തീരുമാനത്തിലെത്തി. എന്ത് തീരുമാനത്തിലെത്തി? നമുക്ക് എന്താ പറയുക, ഇനി മുതൽ പരിച്ഛേദനം വേണ്ട മാമോസയ്ക്ക് മുമ്പ് എന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിനെ ശക്തമായി എതിർത്തിരുന്ന മാർപ്പാപ്പ ഉൾപ്പെടെ, ആദ്യമേ എതിർത്ത മാർപ്പാപ്പ ഉൾപ്പെടെ അതിനോട് കൂടി ചേരുന്നു. അങ്ങനെ അവർക്കൊരൊറ്റ തീരുമാനമുണ്ടായത്. അപ്പം നമ്മുടെ അഭിപ്രായങ്ങളെക്കാൾ വലുതായി പൊതു തീരുമാനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നതിനെയാണ് സഭാജീവിതത്തിൻ്റെ വിശുദ്ധിയെന്നോ നന്മയെന്നോ ഒക്കെ വിളിക്കാവുന്നത്. അതില്ലാത്ത ആളുകൾ യഥാർത്ഥ വിശ്വാസികളല്ല, യഥാർത്ഥ സഭാബോധ്യമുള്ളവരല്ല. അവർ തങ്ങളുടെ പ്രവണതകളെ, തീരുമാനങ്ങളെ താലോലിക്കുക മാത്രം ചെയ്യുന്ന വിഗ്രഹാരാധകരാണ്. അവ അവർക്കൊരു വിഗ്രഹമായി മാറുന്നു. അതിനെ ആരാധിക്കുന്നു, എൻ്റെ അഭിപ്രായത്തെ ആരാധിക്കുന്നു. അതിനപ്പുറത്തൊരു ദൈവവും ഇല്ല, അതിനപ്പുറത്തൊരു അഭിപ്രായവും ഇല്ല, അതിനപ്പുറത്തൊരു സഭയും ഇല്ല. ഞങ്ങളില്ലെങ്കിൽ ഞങ്ങൾ പിരിഞ്ഞു പോകും. ഇതൊരു വലിയ പൈശാചിക സ്വാധീനമാണ്. അതൊരു വലിയ പരിധിവരെ വിഗ്രഹാരാധനയാണത്. പിന്നെ ഞാൻ ചോദിച്ചിരിക്കുന്നത് അതാണ് അച്ഛാ, ഈ കുർബാന, വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് വൈദികനെ ഈ ജനത്തോട് പ്രാർത്ഥന അപേക്ഷിക്കുന്നില്ല, നിങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ വൈദികര് കുർബാന അർപ്പിക്കുമ്പോൾ നമ്മളത് അങ്ങേക്ക് വേണ്ടി എന്നാണോ, അത് നിങ്ങൾക്ക് വേണ്ടി എന്ന് പറയാൻ പറ്റും? അങ്ങേക്ക് വേണ്ടി എന്നാണ്. അങ്ങേക്ക് വേണ്ടി എന്ന് മാത്രമേ ചെല്ലാവൂ. അങ്ങേക്ക് വേണ്ടി എന്ന് ചെല്ലാവുള്ളൂ. കാരണം ഒരു കാർമ്മികനേ ഉള്ളൂ. ഒരു കാർമ്മികനും സഹകാർമ്മികരുമാണ്. പ്രധാന കാർമ്മികനും സഹകാർമ്മികരും അല്ല, കാർമ്മികനും സഹകാർമ്മികരുമാണ്. അപ്പോൾ ആ കാർമ്മികനാണ് ബലിയർപ്പിക്കുന്നത്. കാർമ്മികനാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നേ കാർമ്മികൻ ചെല്ലാവൂ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ചെല്ലാൻ പാടില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെൻ. അതൊരു കുറച്ചിലായിട്ടൊന്നും കരുതേണ്ട ആവശ്യമില്ല. അപ്പോൾ തിരിച്ച് നമ്മൾ ചെല്ലുമ്പോഴും അങ്ങേക്ക് വേണ്ടി, അങ്ങയുടെ എന്ന് ചെല്ലേണ്ടത്. നമ്മൾ പിന്നീട് ആ വിഷയം പറയുമ്പോൾ വിശദീകരിച്ചു. നിങ്ങൾക്ക് വേണ്ടി തെറ്റാണ്. പക്ഷെ എനിക്ക് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചല്ല, ഒരു ജനറൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിരുന്നു. ഹോളി വീക്ക് വരുവാണല്ലോ. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെസഹാപ്പം ഉണ്ടാക്കാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുടുംബത്തിലൊക്കെ. അപ്പം ഈയിടെ ഇങ്ങനെ ഞങ്ങള് കുറെ പേര് ഇങ്ങനെ സംസാരിച്ചോ പറഞ്ഞു, അങ്ങനെയല്ല, നമ്മൾ ശരിക്കും പെസഹാപ്പം ഉണ്ടാക്കേണ്ടതാണെന്ന് പറയുന്നത് കേട്ടു. അപ്പൊ അത് എങ്ങനെയാണെന്ന് ഒന്നാമത്തെ കാര്യം, ഇതിനെക്കുറിച്ച് ഒരു സഭാ നിയമമല്ല, അതായത് ഇങ്ങനെ ചെയ്യണമെന്നൊരു സഭാ നിയമമില്ല. പിന്നെയുള്ളത് എന്താണ്? നമ്മുടെ ഒരു പാരമ്പര്യമാണുള്ളത്. പാരമ്പര്യങ്ങൾ പലപ്പോഴും ഒരു നിയമത്തിൻ്റെ പോലെയൊക്കെ അടുത്തൊക്കെ വരും. ഒരാൾ മരിച്ചാൽ ആ ആളോടുള്ള സ്നേഹത്തിൻ്റെ, ബന്ധത്തിൻ്റെ, ആൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെയും ഒക്കെ അടയാളവും ഓർമ്മയും ഒക്കെയായി മിശിഹായുടെ പീഡനങ്ങളുടെ സമയത്തിൻ്റെ ഓർമ്മയാചിക സമയത്ത് അതിനോട് ചേർന്ന് മരണത്തിൻ്റെ പീഡകളിലൂടെ കടന്നുപോയ ആളെയും നമ്മൾ അനുസ്മരിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആ ആളോടുള്ള കുടുംബ ബന്ധത്തിൻ്റെയൊക്കെ, വ്യക്തിബന്ധത്തിൻ്റെയൊക്കെ ഒരു അടയാളം എന്നുള്ള നിലയ്ക്ക് അവിടെ അപ്പം ഉണ്ടാക്കാതിരിക്കുകയും എന്നാൽ അതേസമയം അടുത്തുള്ള കുടുംബത്തിൻ്റെ അപ്പം മുറിക്കലിനകത്ത് അവർ പങ്കുചേരുകയും ചെയ്യുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. അപ്പം അതാണ് ഏറ്റവും അത് നമ്മളെ കുറേ കൂടെ
ഇവരെ ആശ്വസിപ്പിക്കാനും നമ്മൾ ഒക്കെ ഈ മരിച്ചുപോയ ആൾ മാത്രമല്ല ഇവരും നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്നൊക്കെ ഓർക്കാനും ആ കൂട്ടായ്മയെ ഒരു പടി കൂടെ വളർത്താനും നമ്മളൊക്കെ സ്വർഗത്തിൽ ഈ വീട്ടിൽ മാത്രമല്ല അവരുമൊക്കെ നമ്മളൊക്കെ ഒരുമിച്ചായിരിക്കേണ്ടവരാണെന്നൊക്കെ ഓർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഉചിതമായ ഒരു കാര്യം. എന്നാൽ അതേസമയം ഇതിൻ്റെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത്. വളരെ ഒറ്റപ്പെട്ട ഒരു കുടുംബമാണ്, ഇവർക്ക് ഇതുപോലെ മറ്റൊരു കാര്യത്ത് പങ്കുവയ്ക്കാനൊന്നുമില്ല. അങ്ങനെ ഒരു സമയത്തിൽ അവരൊരു മറ്റൊരു വിധത്തിൽ അത് ചെയ്താലും അതിനെ എന്തുമാത്രം തെറ്റായിട്ട് പരിഗണിക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. പകരം ഇതിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്, ആ പാരമ്പര്യത്തെ മാനിക്കുന്നത് എപ്പോഴും ഉചിതമാണ് എന്നാണ് പറയുന്നത്. എൻ്റെ ക്വസ്റ്റ്യന്, ഞാനിപ്പോൾ ലാറ്റിൻ കാത്തലിക്സിലാണ്. എൻ്റെ ക്വസ്റ്റ്യന് ലെക്ചേഴ്സിൻ്റെ കുറിച്ചാണ്. ഞാനൊരു ലെക്ചറാണ്. അപ്പം അച്ഛൻ പറഞ്ഞല്ലോ ഈ സ്ഥാനം അനുസരിച്ച് ലെക്ചേഴ്സിൻ്റെത്. ഇപ്പം എക്സാമ്പിളിന് ഒരു അച്ഛൻ കുർബാനയിൽ നിന്ന് അച്ഛൻ്റെ കൂടെ ഒരു വിദ്യാർത്ഥി എന്നുവെച്ചാൽ പുരോഹിത വിദ്യാർത്ഥി ഡീക്കൺ പട്ടം കിട്ടിയതിന് ശേഷം ഒന്ന് ചെല്ലുന്നു. അപ്പം ഞാനും ലെക്ചറാണ്. അപ്പം ഒരു റീഡിങ് എനിക്ക് തന്നു, ഒരു റീഡിങ് ഡീക്കന് കൊടുത്തു. അപ്പം അച്ഛൻ പറഞ്ഞു പഴയ നിയമം, ലേഖനം എന്ന് പറയുന്നത് പുതിയ നിയമമല്ലേ, പഴയ നിയമം. അപ്പം ഞാൻ പഴയ നിയമം വായിച്ചോണ്ട് ഡീക്കന് പുതിയ നിയമം കൊടുക്കുന്നതാണോ അതോ? ഓക്കെ, അതാണ്. അപ്പം വേറൊരു സെനറിയോ പറഞ്ഞാല് ഞാനും വേറൊരു ലേ പേഴ്സണും, ലേ പേഴ്സണും ആണെങ്കിൽ തിരിയണോ അത്? അതെ, ഒരു ലെക്ചർ ആയിരിക്കുന്ന ആൾ ഏറ്റവും, അതായത് പഴയ നിയമത്തെക്കാൾ മുകളിലാണ് ലേഖനം, അതിന് മുകളിലാണ് സുവിശേഷം. ഞാന് ലേഖനം വായിച്ചുകൊണ്ട് മറ്റേ ആള് ലേ പേഴ്സൺ ലെക്ചർ ആയിരിക്കുന്നത് പഴയ നിയമം വായിക്കണം. ഓക്കെ, താങ്ക് യു അച്ഛാ. അച്ഛായിരിക്കട്ടെ. അച്ഛനെ നമ്മുടെ മാർപ്പാപ്പായുടെ തെറ്റാവരത്തെ പറ്റി പറഞ്ഞപ്പോൾ എനിക്കൊരു ചോദ്യം ഉദിച്ചത്, ഇപ്പൊ നമുക്ക് സീറോ മലബാർ സഭയിലെ 2 കക്ഷികൾ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവാരി അറിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ മാർപ്പാപ്പായുടെ ഒരു വീഡിയോ മെസ്സേജിനെ പറ്റി പറയുന്നുണ്ട്. അതിനെ നമുക്ക് എക്സ് കത്തീഡ്ര മെസ്സേജ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? ആ രീതിയിൽ നമുക്ക് അതിനെ ഒരു തെറ്റാവരമുള്ളതായിട്ട് എടുത്തിട്ട് അത് ബൈൻഡിങ് ആയിട്ട് എടുക്കണോ, അതെയോ അത് മാർപ്പാപ്പയുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് എടുത്ത്? ഞാനത് ചോദിക്കുന്ന കാരണം ഇതൊരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ ആണെങ്കിലും ഞാൻ ചോദിക്കുന്ന കാര്യം ഇതിനകത്ത് സഭയുടെ നിയമം അനുസരിച്ച് എന്താണ് ഇതിന്റെ പെർസ്പെക്റ്റീവ്? താങ്ക് യു. ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ ഒരു പർട്ടിക്കുലർ കേസ് ആകുമ്പം നമുക്ക് അതിനെ ജഡ്ജ് ചെയ്യുന്നതിന് അതിൻ്റെ ഡീറ്റെയിൽഡ് വിചാരണയുടെ കൺക്ലൂഷനിലാണ് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പാടുള്ളൂ, പർട്ടിക്കുലർ കാര്യം. അതേസമയം പൊതുവിൽ പറയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ജനറലായിട്ട് നിയമം പറയാൻ പറ്റും. ഇവിടെ ഞാൻ കുറച്ചുകൂടി ഈ കോണ്ടെക്സ്റ്റ് അവിടെ നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ഒരു പൊതു നിയമം പറയാം. മാർപ്പാപ്പ ദിസ് ഈസ് മൈ എക്സ് കത്തീഡ്ര ടീച്ചിങ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ മാർപ്പാപ്പയുടെ എല്ലാ ആഹ്വാനങ്ങൾക്കും മാർപ്പാപ്പയുടെ പ്രബോധനങ്ങൾക്കും ഉന്നതമായൊരു വാല്യൂ ഉണ്ട്. അത് മാർപ്പാപ്പയുടെ ആഹ്വാനങ്ങൾക്കും ഉന്നതമായൊരു വാല്യൂ ഉണ്ട്. അത് മാർപ്പാപ്പയുടെ പേഴ്സണൽ ഒപ്പീനിയൻ്റെ കാറ്റഗറിയിലല്ല പെടുക. പേഴ്സണൽ ഒപ്പീനിയൻ്റെ കാറ്റഗറി പെടുന്നത് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ സംസാരിക്കുന്നത് പേഴ്സണൽ ഒപ്പീനിയൻ്റെ കാറ്റഗറി പെടും. അതേസമയം ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് അതിന് ഒരു പേപ്പൽ ടീച്ചിങ്ങിൻ്റെ വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് മാർപ്പാപ്പയുടെ ഇപ്പോൾ ഒരു രാജ്യം വിസിറ്റ് ചെയ്യാൻ ചെല്ലുന്നു, അവിടെ നടത്തുന്ന പ്രബോധനം അത് പേപ്പൽ മജിസ്റ്റീരിയത്തിൻ്റെ ഭാഗം എന്നതുപോലെ വത്തിക്കാൻ്റെ സൈറ്റിനകത്തൊക്കെ ചേർക്കുകയും ആ പ്രസംഗങ്ങൾ പലപ്പോഴും ആക്ത അപ്പസ്തോലിക്ക സേദസ്സിനകത്തോട്ട് കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞതിനെ നമുക്കത് ടെക്നിക്കലി മാർപ്പാപ്പ ദിസ് വിൽ ബി എ ലോ പ്രൊമുൾഗേറ്റഡ് ഫ്രം ദ ഹോളി സീ എന്നൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് അവഗണിക്കാനൊന്നും പറ്റില്ല. അത് മാർപ്പാപ്പയുടെ സൗമനസ്യം കൊണ്ടും സ്നേഹം കൊണ്ടും മാർപ്പാപ്പ ഒരു അജപാലനപരമായ കാരുണ്യം കാണിച്ചുകൊണ്ടും വടിയെടുക്കാതെയും സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവയ്ക്ക് ഒരു പേപ്പൽ വിൽ എന്നതിൻ്റെ കൂടത്തിൽ ഒരു ശക്തമായ അജപാലന നിർബന്ധത്തിൻ്റെ വിലയും കൂടെ കൂടുതലുണ്ടാകും. അതിനകത്ത് മാർപ്പാപ്പ ശ്രദ്ധിക്കുന്നത്, ഇപ്പോൾ ചില കുട്ടികളെ നമ്മൾ വഴിതെറ്റുമ്പം അങ്ങനെ അല്ല എന്ന് അപ്പൻ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുന്നത് വിലയില്ലാത്തതല്ലല്ലോ, അത് കൂടുതൽ വിലയുള്ളതാണ്. കാരണം അത്രയും ഗൗരവമായതുകൊണ്ടാണ്. ഇനി ഒരിക്കൽ നടന്ന ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതിന് ശേഷമോ അതിന് മുമ്പോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പോൾ അത് മാർപ്പാപ്പ നേരിട്ട് ഞാൻ തന്നെയാണിത് പറയുന്നത്, ഇതാണ് എൻ്റെ സഭയുടെ ഐക്യത്തിൻ്റെ അടയാളമാകുന്ന മാർപ്പാപ്പയുടെ വില്ലിതാണ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതിനെ പിന്നീട്
അതായിരിക്കും അതിൻ്റെ ഫൈനൽ വേർഡെന്ന് മാർപ്പാപ്പ എഴുതി വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ കൊടുക്കുന്ന ഒരു ആഹ്വാനത്തെ അതിൻ്റെ വാല്യൂവിനോട് കൂടെ സ്വീകരിക്കാൻ സഭാംഗങ്ങളെല്ലാവരും കടപ്പെട്ടവരാണ്. അല്ലെങ്കിൽ മാർപ്പാപ്പ ഇങ്ങനെ പറയണം, ഇതിൻ്റെ ഒരു അഭിപ്രായമാണ്, ഇതൊരു ആഹ്വാനമോ പ്രബോധനമൊന്നുമല്ല, നിങ്ങൾ ചർച്ച ചെയ്തോളൂ എന്ന് പറയുന്ന കാര്യത്തിലാണെങ്കിൽ അതിന് വ്യത്യാസമുണ്ട്. അതിന് സമാനമായ ചെറിയൊരു ഉദാഹരണം പറയാവുന്നത്, ബെനഡിക്റ്റ് മാർപ്പാപ്പ ജീസസ് ഓഫ് നസറത്ത് എന്നുള്ള സീരീസ് എഴുതിയപ്പോൾ അതിന് മുമ്പിൽ ഇത് മാർപ്പാപ്പയുടെ പ്രബോധനത്തിൻ്റെ ഭാഗമൊന്നുമല്ല, ഇത് ഒരു തിയോളജിക്കൽ നരേഷനാണ്, യു ക്യാൻ ടേക്ക് ഇറ്റ് ഫോർ ഡിസ്കഷൻസ് എന്ന് അതിന് മുമ്പിൽ എഴുതിയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് അതിനെ ഗൗരവമായിട്ടും വിലയുള്ളതായിട്ട് തന്നെ എടുക്കാൻ സഭാംഗങ്ങളെല്ലാവരും ബാധ്യസ്ഥരാണ്. ഓക്കെ, ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്, ഒരു ഡ്രൈവറായിട്ടാണ്. ഞാനിവിടെ ഒരു എക്സ്ട്രാവോർഡിനറി യുക്കരിസ്റ്റിക് അപ്പോൾ ഞങ്ങളുടെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയിൽ പറയാനുണ്ടോ അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കാത്തത്. എക്സ്ട്രോണറി മിനിസ്ട്രേഷനെ സംബന്ധിച്ച് നമ്മളെപ്പോഴും ഒന്ന് രണ്ട് കുഞ്ഞു കാര്യം പറയാവുന്നത്, നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വൈദികർ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഈശോ മിശിഹായെയാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പം അതർഹിക്കുന്നിടത്തോളം ഒരുക്കവും പ്രാർത്ഥനയും തിരിച്ചറിവും ഒക്കെ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇങ്ങേയറ്റം നമ്മുടെ ശാരീരികമായ ഒരുക്കം പോലും അതിനകത്ത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇനി അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധാപൂർവം അത് കൈകാര്യം ചെയ്യും. ഇപ്പോൾ കുർബാന കൊടുക്കുന്ന മിനിസ്റ്റേഴ്സ്, കമ്മ്യൂണിറ്റി മിനിസ്റ്റേഴ്സാണെന്ന് വിചാരിച്ചോ, ഒരു തരി പോലും താഴ്ത്തു വീഴുന്നും വീഴാത്ത പോലെ സൂക്ഷ്മതയോടുകൂടി അത് ചെയ്യാനുള്ള ഉത്തരവാദിത്തം. അപ്പം സഭ ഒരു വൈദികനെ നൽകാൻ കഴിയാതെ പോകുന്നതിൻ്റെ വലിയൊരു ക്ലേശത്തിലാണ് നമ്മളിത് ഭരമേൽപ്പിക്കുന്നതെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഒരു വൈദികനെ വൈദികനാണത് ചെയ്യേണ്ടത്, തൻ്റെ പൗരവ് സ്വീകരിച്ച ഒരാളാണ് ചെയ്യേണ്ടതെന്നിരിക്കെ അതിന് കഴിയാതെ പോകുന്ന സഭയുടെ ഒരു നിസ്സഹായാവസ്ഥയിൽ നിന്നാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിന് അത്രമേൽ ആദരവോടെ സ്നേഹത്തോടെ. രണ്ടാമത്തെ കാര്യം, അതിങ്ങനെ ശീലമായി കഴിയുമ്പോൾ നമ്മളതിനെ നിസ്സാരവൽക്കരിക്കാതിരിക്കാനുള്ള ഒരു ശ്രദ്ധയും കൂടെ നമുക്കുണ്ടാകണമെന്ന് പെട്ടെന്നങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവായ മിശിഹായെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങയിൽ നിന്ന് സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മിക നന്മകളിൽ അവിടുന്ന് ഞങ്ങളെ വളർത്തണമേ. കർത്താവെ, ബലഹീനരും നിസ്സാരമായ ഞങ്ങളെ അവിടുത്തെ കൃപയാൽ നയിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ സദാ പരിഹരിക്കുന്നവനായ കാരുണ്യവാനായ കർത്താവെ, അങ്ങ് എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. പരിശുദ്ധ സഭയെ കൂട്ടായ്മയിൽ ആരാധനാക്രമത്തിൻ്റെ ഐക്യത്തിൽ ഒരുമിച്ച് നിർത്താൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ഈശോ നമ്മെ ഓരോരുത്തരെയും ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.